ഹലോ, ഇന്ന് നമ്മൾ കാൽക്കുലസിൻ്റെ മൂന്നാമത്തെ ഭാഗം പഠിക്കാൻ പോവാണ്. ഇതിൽ നമ്മൾ കുറച്ച് ഇൻ്റഗ്രേഷൻ്റെ കുറച്ച് കാര്യങ്ങൾ പഠിക്കും. അതിനുശേഷം നമ്മൾ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യാൻ പോകുന്നത് കോംപ്ലക്സ് ഇൻ്റഗ്രേഷനാണ്. നമ്മൾ കോംപ്ലക്സിനകത്ത് വേറെ കുറച്ച് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അനലിറ്റിക് ഫംഗ്ഷൻ ഡിറ്റർമൈൻ ചെയ്യുന്നത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അത് നമുക്ക് വേറൊരു സെഷനിൽ പഠിക്കാം. ഇപ്പോൾ നമ്മൾ കാൽക്കുലസിൻ്റെ ആസ്പെക്റ്റിൽ നമുക്ക് കാൽക്കുലസ് ബേസ് ചെയ്തിട്ടുള്ള കോംപ്ലക്സ് ഇൻ്റഗ്രേഷൻ അല്ലെങ്കിൽ കോംപ്ലക്സ് അനാലിസിസ് ബേസ്ഡ് ഓൺ കാൽക്കുലസ് അത് നമുക്ക് ഈ ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് കവർ ചെയ്യാം. അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ അജണ്ട. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ചോദ്യം, ദ വാല്യൂ ഓഫ് ഇൻ്റഗ്രൽ 0 to 2, ഇന്റഗ്രൽ 0 to x ഡബിൾ ഇൻ്റഗ്രൽ ആണ്. രണ്ട് ഇൻ്റഗ്രലുണ്ട്, രണ്ട് ലിമിറ്റ് ഉണ്ട്. e⁻x+y dy/dx ഈസ് ഇതിന്റെ ഇൻ്റഗ്രൽ എന്തെന്ന് കണ്ടുപിടിക്കാണ് ചോദിക്കുന്നത്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത്, f(x, y). ഓക്കെ, ആദ്യമേ അതിനെ എങ്ങോട്ടാണ് ഇൻ്റഗ്രേറ്റ് പറഞ്ഞേക്കുന്നത്? എക്സിന്റെ വാല്യൂസിലാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ 0 to x എന്നാണ് പറഞ്ഞേക്കുന്നത്, അല്ലെങ്കിൽ എക്സിന്റെ ഒരു ഫംഗ്ഷൻ f(x) എന്നാണെങ്കിൽ പറയാം, f(x). ഓക്കെ, പിന്നെ നമുക്ക് രണ്ട് കോൺസ്റ്റൻസ് ആണ് ഉള്ളത്, a to b എന്ന് പറയുന്ന രണ്ട് കോൺസ്റ്റൻസ് ആണ് നമുക്ക് പറഞ്ഞേക്കുന്നത്. ആദ്യമേ പറഞ്ഞേക്കുന്നത് dy-യിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്, അതിനുശേഷം dx ഇൻ്റഗ്രേറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ രണ്ട് ഭാഗമാക്കണം. ഒന്നാമത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ ഈ ഭാഗം, ഇത്രയും ഇൻ്റഗ്രൽ ആദ്യം ചെയ്യുക. അപ്പം dy-യിലാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് എക്സിൻ്റെ ടേംസിനെ കോൺസ്റ്റന്റ് നമുക്ക് അസ്യൂം ചെയ്ത് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് നമ്മൾ ലിമിറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് ഇതൊരു എക്സിൻ്റെ ടേംസിൽ ഫംഗ്ഷനായിട്ട് മാറും. കാരണം നമ്മൾ f(x) ആണ് ഇവിടെ, നമുക്ക് വേണമെങ്കിൽ x എന്നുള്ളത് g(x) നോക്കാം. g(x) അല്ലെങ്കിൽ f(x) രണ്ട് എക്സിൻ്റെ ഫംഗ്ഷൻസ് ആയിട്ടായിരിക്കും നമ്മുടെ ഈ ഒരു സംഭവം. അത് നമ്മളിങ്ങനെ എഴുതുമല്ലോ, സംതിങ് നമ്മൾ എഴുതിയിട്ട് ഇവിടെ നമ്മൾ ഒരു g(x) മുതൽ f(x) വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഈ ഫംഗ്ഷൻ അപ്ലൈ ചെയ്യും, മൈനസ് സെക്കൻഡ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്യും, അപ്പോൾ അത് മൊത്തം എക്സിൻ്റെ ഒരു ഫംഗ്ഷനായിട്ട് മാറും. അതിനുശേഷം നമ്മൾ ഈ ഒരു ഇൻ്റഗ്രൽ dxന്റെ പേരിലുള്ള ഈ ഒരു ഇൻ്റഗ്രൽ നമ്മൾ പെർഫോം ചെയ്യും. അങ്ങനെ രണ്ട് ഇൻ്റഗ്രലിൻ്റെ കൺസിക്യൂട്ടീവായിട്ട് പെർഫോം ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ ആവുന്നത്. നമുക്ക് എങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, സോ ആദ്യമേ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്, അപ്പം നമുക്ക് e⁻x+y എന്നുള്ള സാധനത്തിന് നമുക്ക് ആദ്യം എന്ത് എഴുതാം? e⁻x × e⁻y എന്ന് എഴുതാം. അതൊരു ഫോർമുലയാണ്, നമുക്കറിയാം. a⁻x+y എന്ന് പറഞ്ഞാൽ a⁻x × a⁻y ആണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അങ്ങനെ നമ്മൾ ആ ഒരു ടേംസിലേക്ക് ഇത് മാറ്റി. അതിനുശേഷം നമ്മൾ e⁻x ടേം കണ്ടോ, നമ്മൾ അതെടുത്തിട്ട്, കാരണം ഇത് dy-യിലാണ് നമ്മൾ ആദ്യം ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ dxന്റെ ടേംസ് നമ്മൾ അവിടെ ഇട്ടേക്കത്തേ ഉള്ളൂ. അപ്പോൾ നമ്മൾ e⁻x ആദ്യം പുറത്തെടുക്കുന്നു, നമ്മൾ e-യിൽ e⁻y ഇൻ്റഗ്രേഷൻ മാത്രം ചെയ്യുന്നു. അതായത് ഇത്രയും സാധനം മാത്രം നമ്മൾ ആദ്യം പെർഫോം ചെയ്യണം. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ e⁻y ഇൻ്റഗ്രേറ്റ് ചെയ്താൽ സംഭവിക്കും e⁻y തന്നെ കിട്ടും. അത് രണ്ട് ലിമിറ്റ് അപ്ലൈ ചെയ്യണം, ഒന്ന് 0 ഒന്ന് x. ഞാൻ പറഞ്ഞേ എക്സിൻ്റെ ഫംഗ്ഷനായിട്ടായിരിക്കും ഇവിടെ വരുന്നത്. അത് നമ്മൾ തിരിച്ചും വരാം. ആദ്യം dx കഴിഞ്ഞ് dy വരുന്ന കേസിലാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലിമിറ്റ് y-യുടെ ടേംസിലായിരിക്കും. മനസ്സിലായില്ലേ? അങ്ങനെ നമ്മൾ ഈ ഒരു ഇൻ്റഗ്രലിനെ ഇങ്ങനെ നമുക്ക് മാറ്റി ലിമിറ്റ് അപ്ലൈ ആണ്. അപ്പം y-ക്ക് പകരം ആദ്യം x കൊടുക്കുക, പിന്നെ 0. e⁻x മൈനസ് e⁻0 ടോട്ടൽ ഇൻറ്റു dx. ഇവിടെ e⁻x, ഇവിടെ ഇൻ്റഗ്രൽ 0 to 2 എന്നുള്ള രീതിക്ക് മാറും. അപ്പോൾ ഇത് എന്തായി? എക്സിൻ്റെ ടേംസിലുള്ള ഒരു സിംഗിൾ ഇൻ്റഗ്രേഷൻ ആയിട്ട് നമ്മൾ ഈ ഡബിൾ ഇൻ്റഗ്രേഷനെ നമുക്ക് കൺവേർട്ട് ചെയ്യാം. കൺവേർട്ട് അല്ല ചെയ്ത്, നമ്മൾ ഫസ്റ്റ് ഇൻ്റഗ്രേഷൻ പെർഫോം ചെയ്തു, ഇനി നമ്മൾ രണ്ടാമത്തെ ഇൻ്റഗ്രേഷൻ ചെയ്യുന്ന രീതിയിലൂടെ നമ്മൾ മാറ്റി എടുത്തു. ഓക്കെ, അതാണ് നമ്മൾ ചെയ്തത്. ഇനി അടുത്തത്, ഇതിനെ നമ്മൾ എക്സിൻ്റെ ടേംസ് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം? e⁻x മൾട്ടിപ്ലൈ ചെയ്യുക, e⁻2x ആവും. e⁻x 1 വെച്ച് മൾട്ടിപ്ലൈ e⁻x തന്നെ ആയിരിക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഓരോ ടേംസിനെ എടുത്തിട്ട് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ലിമിറ്റ് അപ്ലൈ ചെയ്താൽ മാത്രം മതി. e⁻2x ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? e⁻2x ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ആദ്യമേ നമ്മൾ e⁻2x ഇൻ്റഗ്രൽ e⁻2x തന്നെ എഴുതും. എന്നിട്ട് പിന്നെ നമ്മൾ 2x ഇൻ്റഗ്രൽ എടുക്കും. 2x ഇൻ്റഗ്രൽ എടുക്കുമ്പോൾ എന്തായിരിക്കും വരുന്നത്? സോറി, നമ്മൾ ഒരു കേസ്, ഇതൊരു കേസാണ്. അല്ലെങ്കിൽ a⁻px എന്ന് പറയുന്ന ഒരു സാധനത്തിൻ്റെ ഇൻ്റഗ്രേഷനാണ് ചോദിച്ചേക്കുന്നത് വയ്ക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? a⁻px ഇൻ്റഗ്രേഷൻ അതുപോലെ പെർഫോം ചെയ്യുക. അതിനുശേഷം നമ്മൾ p എന്നുള്ള ആ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യുക എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമുക്ക് ഓൾറെഡി ഉള്ളതാണ്. ആ രീതിയിൽ നമ്മൾ ചെയ്തേക്കുന്നത്. e⁻2x ഇൻ്റഗ്രേറ്റ് എന്ന് പറയുമ്പോൾ ആ e⁻2x ഇൻ്റഗ്രേഷൻ e⁻2x തന്നെ ആയിരിക്കും. പിന്നെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആയ 2x വെച്ച് നമ്മൾ ആ 2 വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ അതൊരു സംഭവമാണ് ഇൻ്റഗ്രേഷൻ ചെയ്യുന്ന രീതിയിൽ. നമുക്ക് അറിയാവുന്ന +1 +2 ലെവലാണ്, എല്ലാവർക്കും അറിയാവുന്ന കേസായിരിക്കും. അങ്ങനെ നമുക്ക് ഇത് കിട്ടി. e⁻x ഇൻ്റഗ്രേറ്റ് അത് തന്നെ കിട്ടും. പിന്നെ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്ത് വരുമ്പോൾ നമുക്ക് ആൻസർ ഇത് കിട്ടും. അങ്ങനെയാണ് നമ്മൾ ഇങ്ങനെയുള്ള ഒരു ഇൻ്റഗ്രേഷൻ പെർഫോം ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ചേഞ്ചിങ് ഓർഡർ ഓഫ് ഇൻ്റഗ്രേഷൻ.
ഇതൊരു ചോദ്യമാണ്. അതായത് ഇങ്ങനെ ഒരു ഇന്റഗ്രേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് തിരിച്ചെങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ഓക്കെ, അതായത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഇവിടെ വൈയുടെ ടേംസ് ആണ്, വൈയുടെ 2 ടേംസ്, എക്സിന്റെ 2 ടേംസ്, അങ്ങനെയാണ് ഇവിടെ കിടക്കുന്നത്. അത് വൈയുടെ 2 ഫംഗ്ഷൻസ്, അല്ലെങ്കിൽ എക്സിന്റെ ടേംസിലുള്ള y is equal to 0, y is equal to x square. അത് പിന്നീട് x is equal to 0 to x is equal to 1 വരെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാം. അതിനെ എങ്ങനെ കൺവേർട്ട് ചെയ്ത് തിരിച്ച് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ആദ്യം x പിന്നെ y, ഇവിടെയും കണ്ടോ x പിന്നെ y, അങ്ങനെ എങ്ങനെ നമുക്ക് ഇത് x y എന്നുള്ള ടേംസിൽ മാറ്റി y കഴിഞ്ഞിട്ട് x എന്നുള്ള ടേംസ് ആണ്. അപ്പോൾ അതാണ് നമ്മുടെ ഈ ഒരു ചേഞ്ചിങ് ഓർഡർ ഓഫ് ഇന്റഗ്രേഷൻ എന്ന് പറയുന്ന ആസ്പെക്ട്. നമുക്ക് ആദ്യം അതിനെപ്പറ്റി കുറച്ച് സംസാരിക്കാം, അതിനുശേഷം നമുക്ക് ഈ ഒരു പ്രോബ്ലത്തിലേക്ക് നമുക്ക് വരാം. ഈ ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ എടുക്കുവാന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു എക്സ് വൈ സ്ക്വയർ എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷൻ, അല്ലെങ്കിൽ എക്സിന്റെ വൈൻ്റെ ഈ ഒരു ഫംഗ്ഷൻ, ഇതിന് നമ്മൾ ആദ്യമേ നെഗ്ലക്ട് ചെയ്യണം. നമുക്ക് ആദ്യം വേണ്ടുന്ന റീജിയൻ ഓഫ് ഇന്റഗ്രേഷൻ ആണ്. റീജിയൻ ഓഫ് ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് ആയിരിക്കും. നമ്മൾ ഓർഡർ മാറ്റിയാലും റീജിയൻ ഓഫ് ഇന്റഗ്രേഷൻ സെയിം തന്നെ ആയിരിക്കും. അകത്തുള്ള ഫംഗ്ഷൻ നമുക്ക് ഇപ്പം മാറ്റർ ചെയ്യുന്നില്ല, നമുക്കത് പിന്നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മാത്രം നമ്മൾ മാറ്റർ ചെയ്താൽ മതി. പക്ഷെ ഇപ്പം നമ്മൾ ഓർഡർ മാറണമെന്നുണ്ടെങ്കിൽ റീജിയൻ ഓഫ് ഇന്റഗ്രേഷൻ കണ്ടുപിടിക്കുക. റീജിയൻ ഓഫ് ഇന്റഗ്രേഷൻ നമ്മൾ എങ്ങനെയാണോ ആദ്യം മേക്ക് ചെയ്തേക്കുന്നത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഉണ്ടാക്കുക. പറഞ്ഞുതരാം, എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു മനസ്സിലാവും, കൃത്യമായിട്ട് പറഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഇവിടുത്തെ റീജിയൻ ഓഫ് ഇന്റഗ്രേഷൻ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? y is equal to 0 തൊട്ട് y is equal to x square വരെ ഒരു റീജിയൻ. പിന്നെ അത് നമ്മൾ രണ്ട് ബൗണ്ടറീസ്, x is equal to 0 തൊട്ട് x is equal to 1 വരെയുള്ള രണ്ട് ബൗണ്ടറീസിലാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അത് ഈ ഒരു രീതിയിൽ വരച്ചാൽ ആദ്യം y0 തൊട്ട് x square വരെ പോയിരിക്കുകയാണ്. അതായത് y0 തൊട്ട് x square വരെ ഉള്ള ഒരു സ്ട്രിപ്പാണ് നമുക്ക് എടുത്ത് വെച്ചേക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു സ്ട്രിപ്പാണ് നമുക്ക് എടുത്തേക്കുന്നത്. y is equal to 0 എന്ന് പറഞ്ഞാൽ x ആക്സിസ് ആണെന്ന് എല്ലാവർക്കും അറിയാം. y is equal to x square എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു പരാബോള ആണെന്ന് എല്ലാവർക്കും അറിയാം. ഓക്കെ, അപ്പം ഇവിടെ നിന്ന് ഇവിടം വരെ പോകുന്നത് ഇങ്ങനെ ഒരു സ്ട്രിപ്പാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഈ ഒരു സ്ട്രിപ്പിനെ നമ്മൾ ലെഫ്റ്റ് തൊട്ട് റൈറ്റ് വരെ x is equal to 0 എന്ന് പറയുന്ന ഈ ഒരു ലൈൻ തൊട്ട്, അതായത് y ആക്സിസ്, x is equal to 0 എന്ന് പറഞ്ഞാൽ y ആക്സിസ്, y is equal to x ആക്സിസ്, x is equal to 1 എന്ന് പറഞ്ഞാൽ y ആക്സിന് പാരലൽ ആയിട്ട് 1 x is equal to 1 എന്ന് പറയുന്ന പോയിന്റ് കൂടെ പാസ് ചെയ്ത് പോകുന്ന ആ ഒരു ലൈനെയാണ് വിളിക്കുന്നത്. അപ്പം ഈ ഒരു ലൈനിൽ നിന്ന് ഈ ഒരു ലൈനിലേക്ക് ഈ ഒരു സ്ട്രിപ്പിനെയാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് നമ്മുടെ റീജിയൻ ഓഫ് ഇന്റഗ്രേഷൻ. ഈ റീജിയൻ ഓഫ് ഇന്റഗ്രേഷനെ റീജിയൻ മാറാതെ തന്നെ നമ്മൾ ഈ സ്ട്രിപ്പിനെ മാറ്റി, ഈ വെർട്ടിക്കൽ സ്ട്രിപ്പുകളെ മാറ്റി നമ്മൾ ഹൊറിസോണ്ടൽ സ്ട്രിപ്പുകളാക്കി മാറ്റുക. എന്നിട്ട് നമ്മൾ താഴെ നിന്ന് മേലോട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുക. അതാണ് നമുക്ക് വേണ്ടുന്നത്. ഇവിടെ കണ്ടോ, ആദ്യം y രണ്ട് ടേം പിന്നെ എക്സിലോട്ട് മാറിയ പോലെ ആദ്യം നമ്മൾ എക്സിൽ ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് പിന്നെ വൈയിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുക. പറഞ്ഞുതരാം, എങ്ങനെയെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം ഈ റീജിയൻ ഓഫ് ഇന്റഗ്രേഷൻ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായല്ലോ. റീജിയൻ ഓഫ് ഇന്റഗ്രേഷൻ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായി. ഓക്കെ, ഇതാണ് നമ്മുടെ റീജിയൻ ഓഫ് ഇന്റഗ്രേഷൻ. ഇനി ഇവിടെ ആദ്യം എടുത്തത് വെർട്ടിക്കൽ സ്ട്രിപ്പാണ്. നമ്മളിവിടെ ഹൊറിസോണ്ടൽ സ്ട്രിപ്പ് എടുക്കാൻ വേണ്ടി പോവാണ്. ഹൊറിസോണ്ടൽ സ്ട്രിപ്പ് എടുക്കാൻ പോകും. അപ്പോൾ ഈ ഹൊറിസോണ്ടൽ സ്ട്രിപ്പ് എന്തിനെയൊക്കെ ബൗണ്ട് ചെയ്ത് നിൽക്കുന്നത്? ഈ ഒരു പോയിന്റ് അല്ലെങ്കിൽ ഈ ഒരു ലൈനെ ബൗണ്ട് ചെയ്യുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ഇതെന്ന് പറഞ്ഞാൽ x is equal to 1 ആണ്. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പറഞ്ഞു y is equal to x square തന്നെയാണ്. പക്ഷേ എക്സിന്റെ ടേംസ് നമ്മൾ എഴുതണം, കാരണം എക്സിലാണ് നമ്മൾ ചെയ്യുന്നത്, x ഡയറക്ഷനുള്ള സ്റ്റെപ്പ് എടുക്കുന്നത്. അതുകൊണ്ട് നമ്മൾ x is equal to √y എന്ന് തന്നെ വിളിക്കും. x is equal to √y എന്ന് തന്നെ വിളിക്കും. ഓക്കെ, x is equal to √y തൊട്ട് x is equal to 1 വരെയാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. പിന്നെ അത് നമ്മൾ ബൗണ്ടറീസ് എന്താ കൊടുത്തേക്കുന്നത്? ഒന്ന് x ആക്സിസ് y is equal to 0, y is equal to 0 എന്ന് പറയുന്ന ഈ ലൈൻ. ഓക്കെ, അതിൽ നിന്ന് എവിടം വരെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തേക്കുന്നത്? ഈ ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? y is equal to 1 വരെയാണ്. എന്തുകൊണ്ടാണ് ഇത് y is equal to 1 ആയെന്നറിയാമോ? ഈ x is equal to 1 ആകുമ്പോഴത്തേക്ക് വൈയുടെ വാല്യൂ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഇവിടുത്തെ വൈയുടെ വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ അത് y is equal to x square മാച്ച് ആയിട്ടായിരിക്കും പോകുന്നത്. അപ്പം x 1 ആവുന്ന സമയത്ത് 1 square y തന്നെ ആയിരിക്കും, y ഉം 1 തന്നെ ആയിരിക്കും, y is equal to 1 തന്നെ ആയിരിക്കും. അങ്ങനെയാണ് നമ്മൾ ഈ സംഭവം ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെ മാറും? നമ്മുടെ റീജിയൻ ഓഫ് ഇന്റഗ്രേഷൻ കൺവേർട്ട് ആയി ആദ്യം എക്സിന്റെ ടേംസിന് മാറും. x is equal to √y to x is equal to 1. രണ്ടാമത് ഇന്റഗ്രേഷൻ അവിടെ നിന്ന് എങ്ങോട്ട് വരും? y is equal to 0 തൊട്ട് y is equal to 1. പിന്നെ നമ്മുടെ ഫംഗ്ഷൻ dx ആദ്യം വരും, കാരണം എക്സിൽ ആദ്യം ചെയ്യുന്നത്, അതിനുശേഷം dy വരും. ഓക്കെ അല്ലേ? ഫംഗ്ഷൻ മാറില്ല, ഫംഗ്ഷൻ x y സ്ക്വയർ തന്നെ ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഇതാ ഇതിലും അത് നേരത്തെ പറഞ്ഞ കാര്യം തന്നെ പറഞ്ഞേക്കുന്നത്. അങ്ങനെ നമ്മൾ ചെയ്ത് നമുക്ക് ആൻസർ കിട്ടുന്നത് ഓപ്ഷൻ സി ആയിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ നേരത്തെ നിങ്ങളത് പറഞ്ഞ ആ ഒരു കോംപ്ലക്സ് ഇന്റഗ്രേഷൻ എക്സ്പ്ലോർ ചെയ്യുക. ഇതാണ് നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ.
ഈ ക്വസ്റ്റൻ നമ്മൾ ലാസ്റ്റ് നമ്മൾ പെർഫോം ചെയ്യും, നമ്മൾ മനസ്സിലാക്കുക എങ്ങനെ ചെയ്യേണ്ടത്. പക്ഷെ അതിന് മുന്നേ നമുക്ക് കുറേ ഐഡിയാസ് നമുക്ക് വേണം. ആ ഐഡിയാസ് ഒക്കെ നമുക്ക് ഈ ക്വസ്റ്റൻ ജസ്റ്റ് നോക്കിക്കും. ദ വാല്യൂ ഓഫ് ദ ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി sin x divided by x square plus 2x plus 2 d times dx evaluated using contour integration and the residue theorem is. അപ്പോൾ കോണ്ടൂർ ഇൻറ്റഗ്രേഷൻ മനസ്സിലാക്കണം, റെസിഡ്യൂ തിയറം എന്ന് മനസ്സിലാക്കണം. ഓക്കെ, ഇതെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് ഈ ഒരു പ്രോബ്ലം ചെയ്യാം. ഇതാണ് എനിക്ക് തോന്നുന്നു ഇതുവരെ ചെയ്യേണ്ടി ചോദിച്ചിട്ടുള്ള ഏറ്റവും ഒരു ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ഇതായിരിക്കും നമുക്ക് ഈ ഒരു ഭാഗത്തു നിന്ന്. ഓക്കെ, നമുക്ക് ഇതിലേക്ക് നമുക്ക് വരാം. അതിന് മുന്നേ നമുക്ക് കുറച്ച് ബേസിക്സ് മനസ്സിലാക്കണം, എന്നിട്ട് നമുക്ക് വരാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കോഷി ഇന്റഗ്രൽ തിയറം ആണ്. കോഷി ഇന്റഗ്രൽ തിയറം എന്താ പറയുന്നത്? കൺസിഡർ എ ക്ലോസ്ഡ് കർവ് സി വിച്ച് എൻക്ലോസസ് റീജിയൻ ആർ ഇൻസൈഡ്. ഒരു ക്ലോസ്ഡ് കർവ് സി ആന്റി ക്ലോക്ക് വൈസിലായിരിക്കും നമ്മൾ മിക്കവാറും പറയുന്നത്. അപ്പം അതിൻ്റെ ഒരു റീജിയൻ ആറിനെ എൻക്ലോസ് ചെയ്യുന്ന, ആറിനുള്ള റീജിയൻ എൻക്ലോസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇൻ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. Let f is at be a complex function which is completely analytical function in region R. എന്താണ് അനലിറ്റിക്കൽ എന്നുള്ളതാണ് നമുക്ക് പിന്നെ പഠിക്കാം. അത് നമുക്ക് കോംപ്ലക്സിന്റെ വേറൊരു ചാപ്റ്റർ അല്ലെങ്കിൽ വേറൊരു സെഷൻ ആയിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ഇപ്പം തൽക്കാലം അനലിറ്റിക്കൽ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഡിഫറൻഷ്യബിൾ എന്നുള്ള രീതിക്ക് എടുത്താൽ ഡിഫറൻഷ്യബിൾ ആണ് അനലിറ്റിക്കൽ. ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അനലിറ്റിക്കൽ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഡിഫറൻഷ്യബിളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന സാധനമാണ്. അപ്പം ഈ ഒരു കംപ്ലീറ്റ് റീജിയണിൽ ഒരു അനലിറ്റിക്കൽ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, is a complex function which is complete analytical function in region R. If is a complete analytical in region R ആണെങ്കിൽ and on its boundary C, region R മാത്രമല്ല ഇതിന്റെ ബൗണ്ടറി സിയിലും അങ്ങനെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും എന്ന് പറയുന്നത്. ഇനി f is a കോംപ്ലക്സ് ഫംഗ്ഷൻ ആവുന്നതുകൊണ്ട് തന്നെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം, എന്താണ് അറിയാവുന്ന കാര്യം? ഇത് XY അല്ല, ഇത് ആക്ച്വലി ഇത് എന്താണെന്ന് അറിയാമോ? ഇത് റിയൽ ആക്സിസും ഇത് ഇമാജിനറി ആക്സിസും. എന്താണ് ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ? x പ്ലസ് ഐ വൈ എന്നാണ് കോംപ്ലക്സ് ഫംഗ്ഷൻ നമ്മൾ ബേസിക്കലി എഴുതുന്നത്. z is equal to x പ്ലസ് ഐ വൈ എന്നാണ് എഴുതുന്നത്. ഓക്കെ, അപ്പം ഇത് റിയൽ പാർട്ട്, ഇത് ഇമാജിനറി പാർട്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ തന്നെ ആ ഫംഗ്ഷൻ ഇമാജിനറി പാർട്ടും റിയൽ പാർട്ടും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതാണ് ഇതിനകത്ത് പറയുന്നത്. അത്രയും കൂടുതൽ ബേസിക്സിൽ പോകണ്ട. എന്തായാലും ഇത് റിയൽ പാർട്ടും ഇത് ഇമാജിനറി പാർട്ടുമാണ്. ഈ കർവ് അങ്ങനെയുള്ളൊരു കർവാണ്. ആ റീജിയനകത്ത് ഈ പറയുന്ന ഫംഗ്ഷൻ, കോംപ്ലക്സ് ഫംഗ്ഷൻ എല്ലാ പോയിന്റും ആ റീജിയനകത്തും ആ കർവിലും അനലിറ്റിക്കൽ ആയിട്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് എന്ത് പറയാൻ പറ്റും? ആ കോണ്ടൂറിൽ നമുക്ക് ചെയ്യുന്ന സൈക്ലിക് ഇന്റഗ്രൽ, അതായത് ഈ ഒരു കോണ്ടൂറിൽ നമ്മൾ ചെയ്യുന്ന ആ ഒരു സൈക്ലിക് ഇന്റഗ്രൽ ഓഫ് എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ് എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. അപ്പോൾ സൈക്ലിക് ഇന്റഗ്രൽ ഓഫ് എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ് ഇൻ ദിസ് പർട്ടിക്കുലർ റീജിയൻ, ഈ പർട്ടിക്കുലർ സി, ഈ സിയിൽ വിൽ ബി ഈക്വൽ ടു 0. അതാണ് നമ്മുടെ കോഷി ഇന്റഗ്രൽ തിയറത്തിന്റെ ഫസ്റ്റ്. ഇതിൽ നമുക്ക് വേണമെങ്കിൽ പ്രോബ്ലം വരാം. ഇനി കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുണ്ട്, അതിൽ നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടാം. അപ്പം ബേസിക്കലി ഇത്രയേ ഉള്ളൂ. നമുക്ക് ഒരു ക്ലോസ്ഡ് കർവ് സി ഉണ്ട്. ഞാൻ വീണ്ടും പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ്, കോഷി ഇന്റഗ്രൽ തിയറം വളരെ ഇമ്പോർട്ടൻ്റ് ആയതാണ്. കൺസിഡർ എ ക്ലോസ്ഡ് കർവ് സി which encloses region R inside it in anti-clockwise direction. Let f of z be a complex function which is completely analytical in region R and on its boundary C. Then closed integral f of z dz എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. ഓക്കെ, അടുത്തത് അതിന്റെ ബേസിൽ നമുക്ക് ഇതൊന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ, എങ്ങനെ നമ്മൾ ചെയ്യുന്നത്? ഇവാലുവേറ്റ് ഇന്റഗ്രൽ ഈ ഒരു ക്ലോസ്ഡ് കോണ്ടൂറിൽ ഇതാണ് ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞ എഫ് ഓഫ് ഇസഡ് ആണ്. 4z - 3 ഡിവൈഡ് ബൈ z - 4 ഇൻറ്റു z - 5 dz എന്ന് പറയുന്ന സാധനം. വേർ മോഡ് z ഈസ് ഈക്വൽ ടു 2. ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പം കർവ് എന്ന് പറഞ്ഞേക്കുന്ന മോഡ് z ഈസ് ഈക്വൽ ടു 2 എന്നാണ് പറഞ്ഞേക്കുന്നത്. ആദ്യം അപ്പം നമുക്ക് ഇവിടെ നമുക്ക് കോംപ്ലക്സിനെ കുറച്ച് ചെറിയൊരു ഐഡിയ നമുക്ക് വേണം. ഇത് +1 +2 ലെവലാണ്. ഇത് കൂടുതൽ വലിയ കാര്യങ്ങളൊന്നുമല്ല. നമ്മൾ z എന്ന് പറഞ്ഞാൽ x പ്ലസ് ഐ വൈ എന്നാണ് പറയുന്നത്. മോഡ് z എന്ന് പറഞ്ഞാൽ എന്നറിയാമോ? x സ്ക്വയർ പ്ലസ് y സ്ക്വയർ. ഇതിന്റെ റൂട്ടാണ്. ഓക്കെ, ഇതിന്റെ റൂട്ടാണ്. അതാണ് നമ്മൾ z ഇതാണെന്നുണ്ടെങ്കിൽ മോഡ് z എന്ന് പറഞ്ഞാൽ അപ്പോൾ ഏതൊരു കോംപ്ലക്സ് നമ്പർ വന്നാലും, അതായത് മോഡ് ഓഫ് 2 + 3 ആയി എന്ന് നമ്മൾ പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അത് റൂട്ട് ഓഫ് 3 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് മോഡ് z ഈക്വൽ ടു ന്റെ അർത്ഥം എന്താണ്? x സ്ക്വയർ പ്ലസ് y സ്ക്വയർ ദ ഹോൾ റൂട്ട് ആണ് 2 എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ഇവിടെ മാറ്റി എഴുതി നമുക്ക് എന്ത് പറയാൻ പറ്റും? x സ്ക്വയർ പ്ലസ് y സ്ക്വയർ ഈസ് ഈക്വൽ ടു
2 square, it becomes a circle. Circle in equation ആയിട്ട് മാറി with the center 0 0 and a radius 2. ഒരു circle in equation ആയിട്ട് മാറി. Of course in the imaginary plane ലാണ് ഉള്ള സർക്കിളിന്റെ കാര്യമാണ് ഈ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ എഫ് ഓഫ് ഇസഡ്. ഓക്കെ, നമ്മുടെ കർവ് എന്ന് പറഞ്ഞാൽ മോഡ് ഇസിക്വൽ ടു എന്ന് പറഞ്ഞാൽ ആ ഒരു സർക്കിളിനെയാണ് പറഞ്ഞത്. അത് എഴുതിയേക്കുന്ന ഗിവൺ കർവ് മോഡ് ഇസിക്വൽ ടു എന്ന് പറഞ്ഞാൽ എന്താ? സർക്കിൾ വിത്ത് സെന്റർ O ആൻഡ് റേഡിയസ് 2. എഫ് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞാൽ 4z - 3 ഡിവൈഡ് ബൈ z - 4 ഉം z - 5 ആണ്. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞേക്കുന്ന കാര്യം ഷുഡ് ബി അനലിറ്റിക്കൽ. ഈ ഒരു കർവിനകത്ത് മുഴുവൻ അനലിറ്റിക്കൽ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു സംഭവം 0 എന്ന് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ അനലിറ്റിക്കൽ ആണോ അല്ലെന്ന് അറിയണമെങ്കിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഡിഫറൻഷ്യബിൾ ആണോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇത് ഡിഫൈൻഡ് ആണോ അല്ലെന്നെങ്കിലും മനസ്സിലാക്കുക. ഇപ്പം ഈ ഒരു എഫ് ഓഫ് ഇസഡ് ഞാൻ എടുത്തു വെച്ചാൽ ഈ ഫംഗ്ഷൻ എല്ലായിടത്തും ഡിഫൈൻഡ് ആയിരിക്കും. തീർച്ചയായിട്ടും ഒരു ഫംഗ്ഷന്റെ ഡിനോമിനേറ്ററിൽ 0 വന്നു കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആയിരിക്കില്ല, നോട്ട് ഡിഫൈൻഡ് ആയിരിക്കും. ഇവിടെ 0 വരാനുള്ള 2 സാധ്യതയുണ്ട്. ഇസഡ് 4 ആയാൽ ഈ സാധനം 0 ആവും. ഇസഡ് 4 ആയാൽ ഈ സാധനം 0 ആവും. ഇസഡ് 5 ആയാലും ഈ സാധനം 0 ആവും. അപ്പൊ ഇസഡ് ഇസ് ഈക്വൽ ടു 4, ഇസഡ് ഇസ് ഈക്വൽ ടു 5 എന്ന് പറഞ്ഞ 2 പോയിന്റ്സ്, ഈ 2 സിംഗുലാരിറ്റീസ് ഉണ്ട്. സിംഗുലാരിറ്റീസ് അതായത് നോൺ ഡിഫൈൻഡ് ആയിട്ടുള്ള പോയിന്റ്സ്. ഫംഗ്ഷൻ നോൺ ഡിഫൈൻഡ് ആയിട്ട് നോൺ അനലിറ്റിക് ആയിട്ട് ഇരിക്കുന്ന പോയിന്റ്സിനെയാണ് നമ്മൾ സിംഗുലാരിറ്റി എന്ന് വിളിക്കുന്നത്. ഇസഡ് ഈക്വൽ ടു 4 ഇസഡ് ഈക്വൽ ടു 5 സിംഗുലാരിറ്റി ഉണ്ട്. സിംഗുലാരിറ്റി ഉള്ളതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. ആ കർവിനുള്ളിൽ സിംഗുലാരിറ്റി ഉണ്ടോ എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പൊ ആ കർവ് എന്താണ്? ആ കർവ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് വരയ്ക്കുന്നത്. ഓക്കെ, ഇത് റിയൽ പാർട്ട്, ഇമാജിനറി പാർട്ട്. ഓക്കെ, 2 ഡിസ്റ്റൻസ് ഇട്ട് നമ്മൾ സർക്കിൾ വരയ്ക്കുക. 2 ആണ് എൻ്റെ റേഡിയസ്. ഇസഡ് ഈക്വൽ ടു 4 എവിടെയാണ്? ഇവിടെ ആയിരിക്കും. റിയൽ പാർട്ട് ആണ്. ഇസഡ് ഈക്വൽ ടു 4 പ്ലസ് സം ഐ പറഞ്ഞില്ല. അപ്പം ഐയിലോട്ട് പോകേണ്ട ആവശ്യമില്ല. എക്സ് തന്നെ ആയിരിക്കും ഈ കർവ് ഇരിക്കുന്നത്, ഈ ഒരു പോയിന്റ് ഇരിക്കുന്നത്. അതൊരു ഇസഡ് ഈക്വൽ ടു 5ഉം എക്സ് തന്നെ ആയിരിക്കും ഇരിക്കുന്നത്. അതും ഈ ഇവിടെ ഒരു 5-ലായിരിക്കും. 2 ഇവിടെയാണ്, 4 ഇവിടെയാണ്, 5. സിംഗുലാരിറ്റി ഉണ്ടെങ്കിൽ 2 സിംഗുലാരിറ്റിയും നമ്മുടെ കർവിന് പുറത്തായതുകൊണ്ട് തന്നെ കർവിനുള്ളിൽ ഈ ഫംഗ്ഷൻ അനലിറ്റിക്കൽ ആണ്. അനലിറ്റിക്കൽ ആണെങ്കിൽ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം എന്ത് കിട്ടും? 0. അതാണ് നമ്മുടെ കോഷീസ് ഇന്റഗ്രൽ. മനസ്സിലായോ? ഇതാണ് നമ്മുടെ കർവ്. മോഡ് ഇസ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ ഇതാണ് സാധനം. ഓക്കെ, ഇത് ഇമാജിനറി റിയൽ പാർട്ട് ആണ്. ഇതാണ് ഇസ് ഈക്വൽ ടു 4, ഇതാണ് ഇസ് ഈക്വൽ ടു 5. ഇത് 2 സിംഗുലാരിറ്റീസ് അല്ലെങ്കിൽ ഇതിനെ പോൾസ് എന്ന് വിളിക്കും. ഓക്കെ, പോൾസ് എന്ന് വിളിക്കും. ഈ പറയുന്ന സിംഗുലാരിറ്റി ഉള്ള 2 ഇസന്റെ വാല്യൂസ് നമുക്ക് പോൾസ് എന്ന് വിളിക്കും. 2 പോൾസും കർവിനെ പുറത്തായതുകൊണ്ട് തന്നെ സൊല്യൂഷന്റെ ആൻസർ 0 ആയിരിക്കും. ഓക്കെ, അതാണ് നമ്മുടെ കോഷി ഇന്റഗ്രൽ തിയറം എന്ന് മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? സിമ്പിൾ അല്ലേ? ഓക്കെ, അടുത്ത സ്റ്റെപ്പ് കോഷീസ് ഇന്റഗ്രൽ ഫോർമുല. കോഷീസ് ഇന്റഗ്രൽ ഫോർമുല എന്ന് പറഞ്ഞാൽ കോഷീസ് ഇന്റഗ്രൽ തിയറുമായിട്ട് നല്ല റിലേഷൻ ഉള്ള ഒരു സാധനമാണ്. ഇവിടെ നമ്മൾ ക്ലോസ്ഡ് കർവ് സി വിച്ച് എൻക്ലോസ് എ റീജിയൻ ആർ ഇൻ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ നമ്മൾ എടുക്കാറുണ്ട്. അതായത് ഇങ്ങനെ ഒരു ക്ലോസ്ഡ് കർവ് സി എടുക്കാറുണ്ട്. ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്നതാണ്. എന്നാൽ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ ജി ഓഫ് ഇസഡ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. ഇന്റഗ്രൽ ക്ലോസ് ഇന്റഗ്രൽ ഇതാണ് നമുക്ക് വേണ്ടുന്ന ഇന്റഗ്രൽ. ഈ ജി ഓഫ് ഇസഡ് എന്ന് പറഞ്ഞ സാധനം എന്തല്ല? അനലിറ്റിക്കൽ അല്ല. അതായത് ഈ കർവിനകത്ത് അനലിറ്റിക്കൽ അല്ല. പുറത്ത് അനലിറ്റിക്കൽ അല്ലെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. പക്ഷെ കർവിനകത്തും അനലിറ്റിക്കൽ അല്ല ജി ഓഫ് ഇസഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഓക്കെ, ഒരു പോയിന്റ്, അതായത് ഇസഡ് ഇസ് ഈക്വൽ ടു എ എന്ന് പറയുന്ന ആ ഒരു പോയിന്റിൽ ഒരു സിംഗുലാരിറ്റി ഉണ്ട്. ഇസ് ഈക്വൽ ടു എ എന്ന് പറയുന്ന ആ പോയിന്റ് നമ്മുടെ ഈ ഒരു ഇതിനകത്ത് ഇരിക്കുകയും ചെയ്യുന്നുണ്ട്, നമ്മുടെ കർവിനകത്ത് ഇരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമുക്ക് എങ്ങനെ ഈ ഒരു ഇന്റഗ്രൽ കണ്ടുപിടിച്ച് എടുക്കാമെന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ എന്താണ്? ഇങ്ങനെ ഒരു കർവ് ഉണ്ട്, ഒരു ഏരിയ ഉണ്ട്. ജി ഓഫ് ഇസഡ് ഇതിനകത്ത് അനലിറ്റിക്കൽ അല്ല. പക്ഷേ നമുക്ക് ജി ഓഫ് ഇസഡിനെ ഇങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും. അതായത് എഫ് ഓഫ് ഇസഡ് ഡിവൈഡ് ബൈ ഇസഡ് മൈനസ് എ. അപ്പം ഇസഡ് ഇസ് ഈക്വൽ ടു എ എന്ന് പറയുന്ന പോയിന്റ് ആകുമ്പോൾ എന്ത് സംഭവിക്കും? ഇസഡിന് എ ഇടുമ്പോഴത്തേക്ക് ഡിനോമിനേറ്റർ 0 ആയി പോകും. ഇത് നോൺ അനലിറ്റിക്കൽ ആവും. ഓക്കെ, നോൺ അനലിറ്റിക്കൽ ആവും. പക്ഷേ എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്ന സാധനം അനലിറ്റിക്കൽ ആണ് കർവിനകത്ത്. അതായത് ജി ഓഫ് ഇസഡ് എന്ന് പറയുന്ന കർവിനകത്ത് അനലിറ്റിക്കൽ അല്ലാത്തൊരു ഫംഗ്ഷനെ നമുക്ക് എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്ന കർവിന് അനലിറ്റിക്കൽ ആയ ഫംഗ്ഷൻ ഡിവൈഡ് ബൈ ഇസഡ് മൈനസ് എ എന്ന് എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ പറയുന്ന ക്ലോസ്ഡ് ഇന്റഗ്രൽ സിയിൽ ക്ലോസ്ഡ് ഇന്റഗ്രൽ ജി ഓഫ് ഇസഡ് ഡി ഇസഡ് എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് ഇന്റഗ്രൽ എഫ് ഓഫ് ഇസഡ് ഡിവൈഡ് ബൈ ഇസഡ് മൈനസ് എ ഇൻറ്റു ഡി ഇസഡ് നമുക്ക് പറയാൻ പറ്റും.
അത് സോൾവ് ചെയ്യാൻ നമുക്ക് ഫോർമുല ഉണ്ട്. ഇതാണ് ആ ഫോർമുല. ജസ്റ്റ് പഠിക്കുക, ജസ്റ്റ് ഫോർമുല എന്ന് മനസ്സിലാക്കുക. 2πi into f of a, 2πi into f of മേളത്തെ ഫംഗ്ഷനകത്ത് നമ്മൾ നമ്മുടെ സിംഗുലാരിറ്റി ആയ z = a സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2πi into f of a എന്നാണ് കോഷ്യസ് ഇന്റഗ്രൽ ഫോർമുല പറയുന്നത്. അപ്പോൾ നമുക്കൊരു പ്രോബ്ലം ചെയ്യാം, അപ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും. ബേസിക്കലി ഇക്വേഷൻ ഇത്രയേ ഉള്ളൂ. ക്ലോസ് ഇന്റഗ്രൽ നമ്മുടെ ആ ഒരു കർവ് സിക്കകത്ത് f of z divided by z minus a dz is equal to 2πi into f of a എന്നതാണ് നമുക്ക് വേണ്ടുന്ന സാധനം. ഓക്കെ അല്ലേ? സോ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ എന്താണ്? 4z minus 3 divided by z minus 2 into z minus 5 dz ആണ് നമുക്ക് വേണ്ടുന്ന ചെയ്യേണ്ട സാധനം. അതിനകത്ത് കർവ് വന്നേക്കുന്ന mod z is equal to 4 ആണ്. അതായത് 4 റേഡിയസ് ഉള്ള ആ ഒരു സർക്കിൾ. അപ്പം 4 റേഡിയസ് ഉള്ള ആ ഒരു സർക്കിൾ ആകുമ്പോൾ z is equal to 2 ഇട്ടാൽ സിംഗുലാരിറ്റി ഉണ്ട്. ആ സിംഗുലാരിറ്റി 4-നുള്ളിൽ തന്നെയാണ് കിടക്കുകയും ചെയ്യുന്നത്. അത് ആ സർക്കിളിനുള്ളിലായിരിക്കും കിടക്കുന്നത്. ഓക്കെ അല്ലേ? z is equal to 5 എന്ന് പറഞ്ഞാലോ സിംഗുലാരിറ്റി തന്നെയാണ്, പക്ഷെ ആ സിംഗുലാരിറ്റി എവിടെ കിടക്കുന്നത്? പുറത്താണ് കിടക്കുന്നത്. നമുക്ക് വിഷയമുള്ള കാര്യമല്ല. അത് നമുക്ക് ആക്ച്വലി അനലിറ്റിക്കലാണ്. നമ്മുടെ റീജിയനകത്ത് ഈ z-5 ഡിനോമിനേറ്റർ ഉണ്ടെങ്കിലും അനലിറ്റിക്കൽ തന്നെയാണ്. പക്ഷേ അനലിറ്റിക്കൽ എന്ന് ഞാൻ പറയുന്നെങ്കിൽ അനലിറ്റിക് ആണ്. ഒരു സുഖത്തിന് വേണ്ടി അനലിറ്റിക്കൽ എന്ന് പറഞ്ഞു പോണേ ഉള്ളൂ. അപ്പോൾ z-2 ആണ് നമ്മുടെ പ്രശ്നക്കാരൻ, നമ്മുടെ പോള് അല്ലെങ്കിൽ നമ്മുടെ അനലിറ്റിക് അല്ലാത്ത ആ ഒരു s is equal to 2-നകത്താണ് പ്രശ്നം. അപ്പോൾ എനിക്ക് ഈ ഒരു കർവിനെ എങ്ങനെ മാറ്റി എഴുതാൻ വേണ്ടി പറ്റും? അപ്പോൾ നമുക്ക് ജസ്റ്റ് ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യം എന്നുള്ളത് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. സ്റ്റെപ്പ് 1 നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നു? ആ mod z is equal to 4 എന്ന് പറഞ്ഞാൽ സർക്കിൾ വിത്ത് സെന്റർ ഓയും റേഡിയസ് 4 ആണ്. പോൾസ് എന്ന് പറഞ്ഞാൽ z2 ആണ്, z5 ആണ്. കാരണം എന്താ? ഇവിടെ z equal to 2 ആകുമ്പോഴും ഈ സാധനം ഡിനോമിനേറ്റർ 0 ആവും, 5 ആകുമ്പോഴും 0 ആവും. പക്ഷേ 2 മാത്രമേ ഉള്ളൂ എന്ത് പ്രശ്നക്കാരൻ. 5 പുറത്താണ് നമ്മുടെ കർവിൻ്റെ. അപ്പോൾ അവിടെ അത് നമുക്ക് ഈ ഒരു അനലിറ്റിക് ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ആ സർക്കിളിന്റെ ഉള്ളിൽ 2 പുറത്ത് 5. ഈ സാധനം നമുക്ക് പ്രശ്നമാണ്, ഇത് നമുക്ക് പ്രശ്നം. അപ്പൊ സ്റ്റെപ്പ് 3 നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ z-5നെയും കൂടെ ചേർത്ത് നമ്മൾ f of z അങ്ങ് എഴുതും. അതായത് നമ്മൾ ഇന്റഗ്രൽ ഇത്രയും സാധനം ചേർത്ത് എഴുതും ഡിവൈഡ് ബൈ z-2. ഇതെന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്ത് തന്നെയാണ്? ചില ആളുകൾ ഇങ്ങനെ ഡൗട്ട് ഉണ്ടാവും, ഇതിങ്ങനെ എഴുതിയത് പ്രശ്നം. 2/3 ഡിവൈഡ് ബൈ 4 എന്ന് പറഞ്ഞാൽ എന്തെന്നറിയാമോ? എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, 2/3 ഡിവൈഡ് ബൈ 4 ആണ്. അതായത് 2/3 into 1/4 into 1/4 is equal to 2/3 into 4 തന്നെയാണ് 2/3 ഡിവൈഡ് ബൈ 4 എന്ന് എഴുതി കഴിഞ്ഞാൽ. ഓക്കെ, അതുപോലെ തന്നെയാണ് നമ്മൾ 4z-3 ഡിവൈഡ് ബൈ z-2 into z-5 തന്നെയാണ് 4z-3 ഡിവൈഡ് ബൈ z-5 ഓൾ ഡിവൈഡ് ബൈ z-2 നമ്മൾ എഴുതിയാൽ. ഇനി ഈ സാധനം അനലിറ്റിക്കൽ അല്ലേ? ഈ സാധനം അനലിറ്റിക്കലാണ്. ഇൻ കർവ് ആണ്. ടോട്ടലായിട്ട് അനലിറ്റിക്കൽ എന്ന് ഞാൻ പറയുന്നില്ല. നമ്മുടെ ഈ പറയുന്ന കർവിനുള്ളിൽ mod z is equal to 4 എന്ന് പറയുന്ന ആ ഒരു 4 റേഡിയസ് ഉള്ള സർക്കിളിനുള്ളിൽ എന്തായാലും z-5-നകത്ത് അനലിറ്റിക് തന്നെയാണ്. ഓക്കെ, പക്ഷേ z-1 അനലിറ്റിക് അല്ല. അതുകൊണ്ടാണ് നമ്മൾ താഴെ എഴുതും. അപ്പോൾ മോഡ് സാധനം എന്തായി? f of z. ഇതെന്തായി? sn മൈനസ്. നമ്മൾ നമ്മുടെ ഫോർമുലയുടെ ടേംസിലായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്ത്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇതിന്റെ ഉത്തരം എന്താണ്? 2πi into f of a. എന്ന് പറഞ്ഞാൽ എന്താ? z equal to f എന്ന് പറഞ്ഞാൽ എന്താ? 4z-3 ഡിവൈഡ് ബൈ z-5. അപ്പോൾ അതിനകത്ത് നമ്മൾ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2π into 5 ഡിവൈഡ് ബൈ -3 -10/3πi ആണ് നമ്മുടെ ആൻസർ. അത്ര സിമ്പിളാണ്. ഫോർമുല അറിയാമെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ അല്ലേ? അതാണ് ക്വസ്റ്റ്യനുകൾ ഫോർമുല. ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ചെയ്ത് നോക്കാം. ഈ ക്വസ്റ്റിനകത്ത് നമ്മുടെ കോസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെതായ രീതിയിലുള്ള ഒത്തിരി ട്വിസ്റ്റുകളുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, സോ ക്ലോസ് ഇന്റഗ്രൽ C എന്ന് പറഞ്ഞ കർവിലെ ക്ലോസ് ഇന്റഗ്രൽ cos pi z square divided by z minus 1 into z minus 2 dz. ഓക്കെ, C എന്ന് പറഞ്ഞാൽ എന്താ? mod of z plus I is equal to 1.5. mod of z plus I ആണ് പറഞ്ഞത്. അപ്പം നമുക്ക് ആദ്യമേ എന്താണ് ഈ പറയുന്ന z plus I എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിനുശേഷം നമുക്ക് മുന്നോട്ട് പ്രൊസീഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് z minus plus I എന്ന് മനസ്സിലാക്കാം. z എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞ എന്താണ്? x plus iy ആണ്. അപ്പോൾ z plus I എന്ന് പറഞ്ഞാൽ എന്താ? x plus iy plus I എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഞാൻ ഇമാജിനറി പാർട്ടിനെ ഒരുമിച്ചെടുത്താൽ x plus y plus 1 into I എന്ന് പറയാം. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള ഒരു സാധനത്തിന്റെ ഒറിജിൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ അപ്പം ഇത് ഇപ്പം ആക്ച്വലി എന്ത് സംഭവിക്കുന്നത്? നമുക്ക് ഇതിന്റെ മോഡാണ് പറഞ്ഞേക്കുന്നത്. അപ്പം നമുക്കൊരു സർക്കിൾ തന്നെയാണ് വരുന്നത്. പക്ഷെ ആ സർക്കിള് ഇച്ചിരി വ്യത്യാസമുണ്ട്. നമ്മൾ ജസ്റ്റ് പറഞ്ഞ ഒറിജിനൽ സർക്കിൾ ഉണ്ടെന്നല്ല പറയുന്നത്. ചെറിയൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ
ഇവിടെ എക്സ് സീറോയും വൈ -1 ആകുമ്പോഴായിരിക്കും ഈ ടോട്ടൽ സാധനം 0 ആവുക അല്ലേ? ഇത് -1 ആകുമ്പോഴല്ലേ -1 + 1 0 ആവത്തുള്ളൂ. ഇത് 0 ആകുമ്പോൾ തന്നെ 0 ആവും. അപ്പോൾ നമുക്ക് ഇതിന്റെ ഒറിജിൻ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ രണ്ട് വാല്യൂ കൊടുക്കേണ്ട രണ്ട് വാല്യൂ ടോട്ടൽ സംഭവം 0 ആവാൻ വേണ്ടി കൊടുക്കേണ്ട രണ്ട് വാല്യൂസിനെയാണ് എക്സിനും വൈക്കും കൊടുക്കുന്ന രണ്ട് വാല്യൂസിന് ഒറിജിൻ എന്ന് പറയാൻ പറ്റുന്നത്. സോ ഒറിജിൻ എന്ന് പറഞ്ഞാൽ 0 -1 ആയിരിക്കും. ഇത് ഓർത്തിരിക്കുക, മനസ്സിലാക്കേണ്ട കാര്യമാണ്. വളരെ ഡിഫിക്കൽട്ടും ബുദ്ധിമുട്ടൊന്നും അല്ല, മനസ്സിലാക്കുക. നമുക്ക് എക്സിനും വൈനും എന്തൊക്കെ വാല്യൂ കൊടുത്താലാണോ നമുക്ക് 0 കിട്ടുന്നത് ആ രണ്ട് സാധനങ്ങളെയാണ് നമുക്ക് ഒറിജിൻ എന്ന് പറയാൻ പറ്റുന്നത് ആ സർക്കിളിന്റെ. അപ്പോൾ ആ സർക്കിളിന്റെ ഒറിജിൻ 0 -1 റേഡിയസ് ഈ പറയുന്ന 1.5 തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ സർക്കിൾ എങ്ങനെയായിരിക്കും ഇരിക്കുന്നത്? ഓക്കെ, 0 -1 താഴെ 1 താഴോട്ടായിരിക്കും അതിന്റെ സെന്ററിൽ നിൽക്കുന്ന 1.5 ആണ് അതിന്റെ റേഡിയസ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സർക്കിൾ കിട്ടും. ഇത് 1ഉം ഓക്കെ, ഇത് 1.5 റേഡിയസ്, ഇത് 1.5 ആയതുകൊണ്ട് തന്നെ ഈ ഡിസ്റ്റൻസ് നമുക്ക് പൈതഗോറസ് തിയറം വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. √1.5² - 1² എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതിന്റെ ഉത്തരം 1.11 നമുക്ക് കിട്ടും. അപ്പോൾ 1.11 നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തറിയാൻ പറ്റും? നമുക്ക് രണ്ട് പോൾസ് ഉണ്ട്. ഇവിടെ കണ്ട Z=1 ഒരു പോളാണ്, Z=2 ഒരു പോളാണ്. Z=1 എന്ന് പറയുന്ന പോള് ഇതിന്റെ അകത്ത് ഉള്ളിലായിരിക്കും. കാരണം 1.11 വരെ ഇത് പോകുന്നുണ്ട്. 1 എന്ന് പറഞ്ഞ സാധനത്തിന്റെ അകത്തായിരിക്കും, 2 എന്ന് പറയുന്ന സാധനത്തിന്റെ പുറത്തായിരിക്കും. 1 ഇൻസൈഡും 2 ഔട്ട്സൈഡും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഫംഗ്ഷനെ റീഅറേഞ്ച് ചെയ്യാം. അല്ലേ? എങ്ങനെ റീഅറേഞ്ച് ചെയ്യാൻ പറ്റുന്നത് നമുക്ക്? Z ഇൻസൈഡ് ആയതുകൊണ്ട് നമുക്ക് ഈ ഒരു സാധനത്തിനെ എങ്ങനെ മാറ്റി എഴുതാൻ പറ്റും? ക്ലോസ്ഡ് ഇന്റഗ്രൽ C cos of pi Z² ഡിവൈഡ് ബൈ Z -1 ഉള്ളിലാണ്, അപ്പം അതല്ല Z-2 ഓൾ ഡിവൈഡ് ബൈ Z-1. ഇതാണ് നമ്മുടെ f of Z. ഇത് ടോട്ടൽ ആണ് g of Z. ഓക്കെ, എന്നിട്ട് നമുക്ക് എങ്ങനെ ഉത്തരം കിട്ടും? 2πi into f of Z ചെയ്താൽ നമുക്ക് ഉത്തരം കിട്ടും. അപ്പോൾ 2πi into എന്താ 2πi into cos of pi into Z²ലെ Z വരെ 1 കൊടുത്ത് 1² ഡിവൈഡ് ബൈ ഇവിടെ Z ഉണ്ട് 1 കൊടുത്ത് 1 - 2 ഉത്തരം 2πi into -1/1 -1 2πi ഉത്തരം കിട്ടും. ഓക്കെ അല്ലേ? അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഇപ്പോൾ മനസ്സിലായല്ലോ എങ്ങനെയാണ് നമ്മൾ കോഷ്യസ് ഇന്റഗ്രൽ ഫോർമുല അപ്ലൈ ചെയ്ത് ഉത്തരം കണ്ടുപിടിക്കുന്നത് നമുക്ക് മനസ്സിലാക്കും. ചോദ്യത്തിനകത്ത് യൂസിങ് കോഷ്യസ് ഇന്റഗ്രൽ ഫോർമുല ചിലപ്പോൾ പറഞ്ഞെന്ന് വരില്ല, പക്ഷേ നമുക്ക് സിമ്പിൾ ആയിട്ട് ഈ ഒരു രീതിയിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഡിനോമിനേറ്റർ നോക്കിയിട്ട് നമ്മൾ എന്താണോ അനലിറ്റിക്കൽ ആ ഭാഗം മാത്രം മുകളിൽ വെച്ച് ബാക്കി നോൺ അനലിറ്റിക്കൽ താഴെ ഇറക്കിയിട്ട് മേളത്താണ് FF എന്ന് പറഞ്ഞിട്ട് ഏത് പോയിന്റാണോ അനലിറ്റിക്കൽ അല്ലാത്ത ആ പോയിന്റ് എടുത്ത് FF സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് 2πi വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഉത്തരം കിട്ടും. ബേസിക്കലി സമ്മറൈസ് ചെയ്ത് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ കോഷ്യസ് ഇന്റഗ്രൽ. ഓക്കെ, ഇത് പക്ഷേ സിംഗുലാരിറ്റി ഉണ്ടെങ്കിലാണ്, അതായത് Z-1, Z-2, Z-3 എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ചെയ്യാം. പക്ഷേ ഈ ചിലൊരു കേസിൽ എന്ത് പറ്റുമെന്ന് അറിയാമോ? Z-2 സ്ക്വയർ, Z-3 ക്യൂബ് ഇങ്ങനെയൊക്കെ പറയും. റിപ്പീറ്റഡ് സിംഗുലാരിറ്റി, ഒരു പോയിന്റ് റിപ്പീറ്റഡ് സിംഗുലാരിറ്റി വരും. ആ കേസിൽ അഗെയിൻ ഇറ്റ്സ് കുറച്ച് ടഫായിട്ടുള്ള ഫോർമുലയാണ്. ഈ ഫോർമുല മനസ്സിലാക്കുക, അതിനുള്ളതിനേക്കാൾ കൂടുതൽ എങ്ങനെ ഈ ഫോർമുലയോട് നമ്മൾ എത്താൻ പറ്റും എന്ന് നമ്മൾ മനസ്സിലാക്കുക, എങ്ങനെ നമുക്ക് ഇത് എഴുതാൻ പറ്റുമെന്ന് മനസ്സിലാക്കുന്നതാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അങ്ങനത്തെ കേസിൽ എന്താണ് സംഭവം? integral g of z into dz is equal to closed integral f of z dz divided by z minus a raised to n plus 1 എന്നുള്ള ഒരു ഫോമിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. കാരണം റിപ്പീറ്റഡ് സിംഗുലാരിറ്റി ഉള്ളതുകൊണ്ട് ഇത് വെറും z minus a ആയിരിക്കില്ല, n+1 അല്ലെങ്കിൽ ഒരു നമ്പർ ഉണ്ടാവും. ആ നമ്പറിന് നമുക്ക് n+1 നമ്മൾ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്താണ്? 2πi divided by n factorial into nth derivative of f of z നെ z is equal to a നമ്മൾ കൊടുക്കണം. ഒരു പ്രോബ്ലം ചെയ്യാൻ കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഓക്കെ, സോ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. ക്ലോസ് ഇൻ്റഗ്രൽ ആ ഒരു കർവ് സിയിൽ ഉള്ള ഒരു ക്ലോസ് ഇൻ്റഗ്രൽ e raised to 2z divided by z plus 1 raised to 4 ഉണ്ട്. ഈ 4നെ എപ്പോൾ കണ്ടാലും ഈ മൾട്ടിപ്പിൾ ആയിട്ടുള്ള സിംഗുലാരിറ്റി കണ്ടാൽ ഉടനെ നമ്മൾ 4 എന്ന് കണ്ടാൽ നമ്മൾ ഇതിന് എന്താ ചെയ്യുക? അത് n+1 ആണ്. ഓക്കെ, അപ്പോൾ 4 n+1 ആണ്. അപ്പോൾ n+1 4 എന്ന് എഴുതുക, n എന്ന് പറഞ്ഞാൽ 3 ആണ്. ഇത് രണ്ടും അപ്പം തന്നെ നമ്മൾ ചിന്തിക്കണം. ഫസ്റ്റ് ബ്രെയിനിൽ വരേണ്ട കാര്യം ഏതാണ്? n 3 ആണോ 4 അല്ല, അത് മനസ്സിലാക്കാം. ഓക്കെ, നൗ സി പറഞ്ഞിട്ടുണ്ട് mod z is equal to 3. സോ ഒറിജിനിൽ കൂടെ പോണ ഒറിജിൻ സെൻറ്ററിൽ ഉള്ള 3 റേഡിയസ് ഉള്ള ആ ഒരു സർക്കിൾ. അപ്പോൾ തീർച്ചയായിട്ടും 3 റേഡിയസ് ആകുമ്പോഴത്തേക്ക് 3 ഇപ്പുറത്ത് -3 ഇപ്പുറത്ത്, മേലോട്ട് 3 താഴോട്ട് -3 അങ്ങനെയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ z നമ്മൾ -1 ആണ് ഇതിൻ്റെ പോള്. അപ്പോൾ ആ പോള് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ z is equal to -1 എന്ന് പറഞ്ഞാൽ കർവിനുള്ളിൽ തന്നെ നിൽക്കും. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ.
ജസ്റ്റ് ഇങ്ങോട്ട് വീണ്ടും എഴുതിക്കുന്നേ ഉള്ളൂ. അപ്പം ഇസഡ് പ്ലസ് 1 റേസ് ടു 4 0 ആവണമെങ്കിൽ ഇസഡ് ഈസ് ഈക്വൽ ടു -1 ആവണം. മാത്രമല്ല n പ്ലസ് 1 4 ആണ്, അതായത് n എന്ന് പറഞ്ഞാൽ 3 ആണ്. പോള് സിക്ക് അകത്ത് തന്നെയാണ് ഉള്ളത്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമ്മുടെ ഇക്വേഷൻ നമ്മൾ എഴുതുക. ആദ്യമേ തന്നെ 2πi ഡിവൈഡ് ബൈ n ഫാക്ടോറിയൽ ആണ്. ഓക്കെ, ഇവിടെ n ഫാക്ടോറിയൽ എന്താണ്? 3 ഫാക്ടോറിയൽ ആണ്. പിന്നെ എന്ത് ഡെറിവേറ്റീവ് ഓഫ് 3d³ ഡിവൈഡ് ബൈ dz, എന്ത് ഡെറിവേറ്റീവ് ഓഫ് നമ്മുടെ ഫംഗ്ഷൻ e⁻²z അറ്റ് z ഈസ് ഈക്വൽ ടു നമ്മുടെ പോള് മൈനസ്. ഇതാണ് നമ്മുടെ അപ്പോൾ 2πi ഡിവൈഡ് ബൈ 3 ഫാക്ടോറിയൽ d³ ഡിവൈഡ് ബൈ dz³ e⁻²z at z ഈസ് ഈക്വൽ ടു -1 ആണ് നമ്മുടെ ഉത്തരം. 2πi ഡിവൈഡ് ബൈ 6 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 3 × 2 × 1 ആണ്. അപ്പോൾ 3 × 6 ഇൻറ്റു 2⁻3. കാരണം എന്താ, ഓരോ പ്രാവശ്യം e⁻²z ഡെറിവേറ്റീവ് എടുക്കുമ്പോഴും e⁻² ആരും ഡെറിവേറ്റീവ് എടുക്കുന്ന എന്താ ഉത്തരം കിട്ടും? e⁻² × 2. കാരണം ആ ഒരു കോൺസ്റ്റന്റ് ആയിട്ട് ആ ഒരു ഇസഡുമായിട്ട് നിൽക്കുന്ന കോൺസ്റ്റന്റിനെ മൾട്ടിപ്ലൈ ചെയ്യുക. ഇന്റഗ്രേഷൻ ആണെങ്കിൽ ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞു, അതുപോലെ മൾട്ടിപ്ലിക്കേഷൻ മൾട്ടിപ്ലൈ ചെയ്യും. വീണ്ടും ചെയ്യുമ്പോൾ വീണ്ടും വരും, വീണ്ടും ചെയ്യുമ്പോൾ വീണ്ടും വരും, 3 പ്രാവശ്യം വരും. അപ്പോൾ 2⁻3 ടൈംസ് 2πi/6 ഇൻറ്റു e⁻². കാരണം ഇസഡിന് -1 അവസാനം വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് e⁻² വരും. അങ്ങനെ 8πi ഡിവൈഡ് ബൈ 3 ഇൻറ്റു e⁻² ആയിരിക്കും ഇവിടുത്തെ ആൻസർ. സോ സിമ്പിൾ ആസ് ദാറ്റ്. സോ അവിടെ ഇമ്പോർട്ടൻ്റ് എന്താണ്, നമ്മുടെ ഇക്വേഷൻ എങ്ങനെ നമ്മൾ എഴുതണം. ആദ്യം നമ്മൾ n മനസ്സിലാക്കണം. ഈ 4 ആണ് ഇവിടെ തന്നേക്കുന്നതെങ്കിൽ ഉടനെ നമ്മൾ 3 എഴുതിക്കോണം. 2πi ഡിവൈഡ് ബൈ n ഫാക്ടോറിയൽ 3 ഫാക്ടോറിയൽ എഴുതുക. ഉടനെ ഡെറിവേറ്റീവ് എടുക്കുക, d³ ഡിവൈഡ് ബൈ dz³ ഡെറിവേറ്റീവ് എടുത്ത് പിന്നെ എബവ് z എന്താ z e⁻² അറ്റ് z ഈസ് ഈക്വൽ ടു പോൾ എന്താണ്, z ഈസ് ഈക്വൽ ടു -1. ഇതാണ് നമ്മുടെ ഉത്തരം. ഓക്കെ, അങ്ങനെയാണ് നമ്മളിത് എഴുതുന്നത്. ഓക്കെ, വേറൊരു മൾട്ടിപ്പിൾ റൂട്ട് പോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ സംഭവിക്കുന്നത് രണ്ട് ഡിഫറെൻറ്റ് റൂട്ട്സ് ആണ്, രണ്ട് ഡിഫറെൻറ്റ് സിംഗുലാരിറ്റീസ് ആണ്, പക്ഷേ രണ്ടും കർവിനുള്ളിൽ തന്നെ ഉണ്ട്. അപ്പോൾ ആ ഒരു കേസിൽ നമുക്ക് രണ്ട് രീതിയിൽ നമുക്കിതിനെ സോൾവ് ചെയ്യാൻ പറ്റും. ഒന്ന് ബൈ പാർഷ്യൽ ഫ്രാക്ഷൻ. നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്, ഇങ്ങനെ നമ്മുടെ ഇന്ത്യയിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് പാർഷ്യൽ ഫ്രാക്ഷൻ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത്. എന്താണ് പാർഷ്യൽ ഫ്രാക്ഷൻ? ഇതിനകത്തുള്ളിലുള്ള 4z - 3 ഡിവൈഡ് ബൈ z-2 z-3 ആണ് എഴുതിയിരിക്കുന്നത്. അതിനെ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, 1 ഡിവൈഡ് ബൈ z-3 -1 ഡിവൈഡ് ബൈ z-2 മനസ്സിലാക്കാൻ എഴുതാൻ വേണ്ടി പറ്റും. അപ്പോൾ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ നോക്കിയാലോ. z-2 മൈനസ് z മൈനസ് ഓഫ് z-3. അപ്പോൾ -z ക്യാൻസൽ ആയി പോകും, +3 വരും. അപ്പോൾ -2 +3 1 വരും. 1 ഡിവൈഡ് ബൈ z-2 ഇൻറ്റു z-3 വരും, ഇൻറ്റു 4z-3. അപ്പോൾ അങ്ങനെ നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ ആയിട്ട്, അതൊരു ഇത്തിരി ലോജിക്കൽ ആളുകൾക്ക് സിമ്പിൾ ആയിട്ട് പാർഷ്യൽ ഫ്രാക്ഷൻ ആയിട്ട് എഴുതാൻ വേണ്ടി പറ്റും. ഉദാഹരണത്തിന് പ്രധാനമായിട്ട് നമ്മളിപ്പോൾ 2 3 z-2 z-3 എന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴും വരുന്ന ഒരു സംഖ്യയാണ്. 1 ഡിവൈഡ് ബൈ z-2 ഇൻറ്റു z-3 എന്ന് പറഞ്ഞാൽ അതൊക്കെ എപ്പോഴും വരുന്ന സാധനമാണ്. നമുക്ക് ഉടനെ എഴുതാം, 1/z-3 - 1/z-. അത് നമുക്ക് ഈ 3 - 2 1 ഒക്കെ സബ്ട്രാക്ഷൻ ഒക്കെ വരുന്ന സാധനങ്ങൾ ഈസി ആയിട്ട് പാർഷ്യൽ ഫ്രാക്ഷൻ ആയിട്ട് എഴുതാൻ പറ്റുന്ന സാധനമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതിലുള്ള ഒരു ഇതനുസരിച്ച് നമുക്ക് പാർഷ്യൽ ഫ്രാക്ഷൻ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ നമ്മൾ സെപ്പറേറ്റ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. 4z-3 ബൈ z-3, വീണ്ടും 4z-3 ബൈ z-2. ഫുൾ ഇൻറ്റഗ്രൽ എന്ന് പറഞ്ഞാൽ രണ്ട് ഇൻറ്റഗ്രലിൻ്റെയും ഡിഫറൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഇൻറ്റഗ്രൽ ചെയ്യാൻ നമുക്കറിയാം, ഈ ഇൻറ്റഗ്രൽ ചെയ്യുന്നത് നമുക്കറിയാം. കാരണം 2πi ഇൻറ്റു f നമ്മൾ പഠിച്ചിട്ടുണ്ട്. f(a) രണ്ട് സ്ഥലത്തും നമ്മൾ ആ ഒരു കോഷീസ് ഇൻറ്റഗ്രൽ ഫോർമുല അപ്ലൈ ചെയ്ത് നമുക്ക് ഉത്തരം പാർഷ്യൽ ഫ്രാക്ഷൻ എഴുതാൻ പറ്റും. അപ്പം അതിന് ഉത്തരം 8πi എന്ന് വരും. ഇനി അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ഒരു ഓപ്ഷനും കൂടെ ഉണ്ട്. തീർച്ചയായിട്ടും അത് അറിഞ്ഞിരിക്കണം, കോഷീസ് റെസിഡ്യൂ തിയറം. കാരണം നേരത്തെ നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ കാണും, പ്രത്യേകം ഒരു പറഞ്ഞിട്ടുണ്ട് എന്താണ് റെസിഡ്യൂ, എങ്ങനെയാണ് റെസിഡ്യൂ തിയറം ഉപയോഗിക്കുക. ചില സമയത്ത് റെസിഡ്യൂ എന്താണെന്ന് തന്നെ വെറുതെ ക്വസ്റ്റ്യൻ ചോദിക്കും, വാട്ട് ഈസ് റെസിഡ്യൂ എന്നൊക്കെ ചോദ്യം ചോദിക്കും. അപ്പോൾ റെസിഡ്യൂ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് കോഷീസ് റെസിഡ്യൂ തിയറം. ഇത് ഉപയോഗിച്ച് നമുക്ക് ഈ പറയുന്ന രണ്ട് റിപ്പീറ്റഡ് റൂട്ട്സ് അല്ല, രണ്ട് ഡിഫറെൻറ്റ് റൂട്ട്സ് അല്ലെങ്കിൽ രണ്ട് ഡിഫറെൻറ്റ് സിംഗുലാരിറ്റീസ് ഒരു ഫംഗ്ഷൻ്റെ താഴെ വരുവാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഒന്ന് പാർഷ്യൽ ഫ്രാക്ഷൻ, മറ്റൊരു മെത്തേഡാണ് കോഷീസ് റെസിഡ്യൂ തിയറം. ഓക്കെ, അപ്പം കോഷീസ് റെസിഡ്യൂ തിയറം നമുക്ക് പഠിക്കാം, അത് നമുക്ക് പഠിക്കാം. പക്ഷെ അതിന് മുന്നേ റെസിഡ്യൂ എന്താണെന്ന് മനസ്സിലാക്കണം. റെസിഡ്യൂ എങ്ങനെ കണ്ടുപിടിക്കുന്ന അറിയണം അല്ലേ? അപ്പോൾ റെസിഡ്യൂ കണ്ടുപിടിക്കാനുള്ള സാധനം, ഒരു സിമ്പിൾ പോളിന് റെസിഡ്യൂ ഉണ്ട്, റിപ്പീറ്റഡ് പോളിന് റെസിഡ്യൂ ഉണ്ട്. രണ്ട് ഇക്വേഷനാണ്. അപ്പോൾ സിമ്പിൾ പോളിന്റെ റെസിഡ്യൂ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ f(z) നമ്മൾ z-a വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, ലിമിറ്റ് z ടെൻഡ്സ് ടു a എടുക്കുക. അതായത് ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം മക്കളെ. 1 ഡിവൈഡ് ബൈ z-3 ആണെന്ന് വെക്കും.
അപ്പം ഇത് ഈ z is equal to 3 എന്ന് പറഞ്ഞ സാധനം നമ്മുടെ പോളാണ്. അത് നമ്മുടെ ഒരു റീജിയൻ ഓഫ് ഇന്റഗ്രേഷനകത്ത് ഉണ്ടെന്ന് വിചാരിക്കും. അപ്പം നമുക്ക് റീജിയൻ ഓഫ് ഇന്റഗ്രേഷൻ മാറ്റി നമുക്ക് എന്താ ചെയ്യേണ്ടത് അറിയാമോ? z-3 പോണം. അപ്പൊ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാൻ അറിയാമോ? z-3 വെച്ച് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ z-3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. പിന്നെ അതിന്റെ കൂടെ നമ്മൾ ലിമിറ്റ് ഓഫ് z ടെൻസ് ടു 3 എന്നുള്ള ഒരു സാധനം കൂടെ സപ്ലൈ ചെയ്യും. വേറൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അത്ര സിമ്പിൾ ആണ്. ഇങ്ങനത്തെ സിമ്പിൾ പോൾ കണ്ടുപിടിക്കാൻ വളരെ വളരെ എളുപ്പമാണ്. ഇപ്പം ഞാൻ പറയാണ് z സ്ക്വയർ ഡിവൈഡ് ബൈ z മൈനസ് 4. നമ്മൾ ക്ലോസ്ഡ് ഇൻ്റഗ്രലാണ് നമ്മൾ ചെയ്യണത്. എന്നിട്ട് ആ മോഡ് z എന്ന് പറഞ്ഞാൽ എന്താണ്? 5. എങ്കിലല്ലേ ഈ പോളാകുമ്പോഴത്തേക്ക് ആ പോള് ഈ ഫംഗ്ഷൻ്റെ ഉള്ളിൽ നിൽക്കണമെങ്കിൽ നമ്മൾ ഇത്രയും വലിയ സർക്കിൾ കൺസിഡർ ചെയ്തേ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ ഒരു കേസ് വന്നാൽ നമുക്ക് ഇവിടുത്തെ റെസിഡ്യൂ കണ്ടുപിടിക്കാൻ പറ്റും. സിമ്പിൾ ആയിട്ട് നമ്മൾ ഈ ഒരു ഫംഗ്ഷനെ നമുക്ക് ഈ അനലിറ്റിക്കൽ അല്ലാതാകണം. z മൈനസ് 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതാണ് ഈ കേസിലെ f of z ആണ് ഇത്. അപ്പം z മൈനസ് 4 ഇൻറ്റു f of z ലിമിറ്റ് z ടെൻസ് ടു എത്ര? 4. അപ്പോൾ ഉത്തരം എന്ത് കിട്ടും? ഇവിടുത്തെ റെസിഡ്യൂ എന്ത് കിട്ടും? നമുക്ക് z മൈനസ് 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ അത് ഇത് രണ്ടും ക്യാൻസൽ ആയി പോകും. ബാക്കി z സ്ക്വയർ മാത്രമേ ഉള്ളൂ. z സ്ക്വയറിനകത്ത് 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. 4 സ്ക്വയർ 16 ആയിരിക്കും അതിൻ്റെ റെസിഡ്യൂ. സി. അപ്പോൾ അങ്ങനെ അത്ര സിമ്പിൾ ആയിട്ട് നമുക്ക് റെസിഡ്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുമെന്ന് മനസ്സിലാക്കുക. അപ്പം ലിമിറ്റ് z ടെൻസ് ടു ഏതാണോ ഡിനോമിനേറ്റർ അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക ഇൻറ്റു f of z. ഇനി f of z റിപ്പീറ്റഡ് പോൾസിന് വരുവാണെങ്കിൽ എഗെയിൻ നമ്മൾ ഇൻഡെക്സ് n+1 ഉപയോഗിക്കണം. കാരണം ആ ഒരു പവർ n+1 ആയതുകൊണ്ട് n വേറെ എടുക്കും. ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. 1 ഡിവൈഡ് ബൈ n ഫാക്ടോറിയൽ ഉണ്ട്. ലിമിറ്റ് z ടെൻസ് ടു ഇവിടെ ലിമിറ്റ് അതുപോലെ ഇവിടെ വരുന്നുണ്ട്. z മൈനസ് a റൈസ് ടു ആ പവർ ഏതാണോ പവർ അത്രയും പവർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ അങ്ങനെ ചിന്തിച്ചാൽ മതി. ഇവിടെ താഴെ കണ്ടോ? ഇവിടെ താഴെ z ക്യൂബ് ഡിവൈഡ് ബൈ z മൈനസ് 3 റൈസ് ടു 4 എന്നാണെങ്കിൽ നമ്മൾ z മൈനസ് 4 വെച്ച് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തേ പറ്റൂ. z മൈനസ് 3 റൈസ് ടു 4 വെച്ച് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തേ പറ്റൂ. അതായത് അത്രയും സാധനം വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം ടൈംസ് z. പക്ഷേ ഈ ഫുൾ സാധനത്തിനെ നമ്മൾ n ടൈംസ് ഡെറിവേറ്റീവ് എടുക്കണം. n എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണോ ഇവിടെ തന്നെ കിടക്കുന്ന നമ്പർ അതിൽ നിന്ന് കുറച്ചാണ് n. ഇത് നമ്മൾ അറിഞ്ഞേ പറ്റൂ, വേറെ വഴിയില്ല. ഇത് നമ്മൾ പഠിക്കുക. ഓക്കെ, ഇതുപോലത്തുള്ള പ്രോബ്ലം നമുക്ക് ചെയ്യാം. അപ്പം കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടുമെങ്കിലും 1 ബൈ n ഫാക്ടോറിയൽ ലിമിറ്റ് z ടെൻസ് ടു d റൈസ് ടു n അല്ല n ഡെറിവേറ്റീവ് ഓഫ് z മൈനസ് a റൈസ് ടു n പ്ലസ് 1 ഇൻറ്റു f ഓഫ് z ചെയ്യുക. അങ്ങനെയാണ് നമുക്ക് റിപ്പീറ്റഡ് പോൾസ് ആണെങ്കിൽ റെസിഡ്യൂ കിട്ടുന്ന കാര്യം മനസ്സിലാക്കുക. അപ്പോൾ രണ്ട് രീതിയിൽ നമ്മൾ റെസിഡ്യൂ കണ്ടുപിടിക്കാൻ ചെയ്യാൻ പഠിച്ച് പ്രോബ്ലം നോക്കാം. ഇതിനകത്ത് ഫൈൻഡ് റെസിഡ്യൂസ്, ഇതിനകത്തുള്ള റെസിഡ്യൂ കണ്ടുപിടിക്കാനാണ് ചോദിച്ചേക്കുന്നത്. 3 പോൾസ് റെസിഡ്യൂ കണ്ടുപിടിക്കണം. ഓക്കെ, ഓരോ പോൾസിനും ഓരോ ടൈപ്പ് റെസിഡ്യൂ ഉണ്ടാവും. z0 ആകുമ്പം ഒരു പോള്, z1 ആകുമ്പോൾ ഒരു പോൾ, z2 ആകുമ്പോൾ ഒരു പോൾ. 3 പോളിന് 3 റെസിഡ്യൂ കിട്ടും. 3 റെസിഡ്യൂകളാണ് ചോദിച്ചേക്കുന്നത്. ആ 3 റെസിഡ്യൂസും കണ്ടുപിടിക്കാനാണ് ചോദിച്ചേക്കുന്നത്. എങ്ങനെ നമ്മൾ ചെയ്യുന്നത്? അപ്പോൾ നമുക്ക് ആദ്യമേ നമുക്ക് എന്ത് വേണം? ഇത് സിമ്പിൾ പോളാണെന്ന് മനസ്സിലായി. ഇതിനകത്ത് റിപ്പീറ്റഡ് പോൾസ് ഇല്ല. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏതാണോ പോള് ആൻഡ് വെച്ച് പറ്റാൻ മൾട്ടിപ്ലൈ ചെയ്യുക, ലിമിറ്റ് എടുക്കുക. ഉദാഹരണം z0 ആയിരിക്കുന്ന ഫസ്റ്റ് പോൾ, വേറെ ഓപ്ഷൻ ഉണ്ട്. പോൾസ് 3 പോൾസ് ഉണ്ട്. z0, z1, z2. z1 ആവുന്നത് ഇത് ഫസ്റ്റ് പോൾ, ഇത് സെക്കൻഡ് പോൾ, തേർഡ് പോൾ. റെസിഡ്യൂ ഓഫ് ഫസ്റ്റ് പോൾ എങ്ങനെ കണ്ടുപിടിക്കാം? ഫസ്റ്റ് പോൾ എങ്ങനെ കണ്ടുപിടിക്കാം? ലിമിറ്റ് z ടെൻസ് ടു a, z ടെൻസ് ടു ആ നമ്പർ, z ടെൻസ് ടു 0, z വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. എങ്കിലല്ലേ ആ പോൾ മാറുള്ളൂ. z വെച്ച് ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുക, ആ ഫംഗ്ഷനെ മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് നമ്മൾ f ഓഫ് z പകരം 0 വാല്യൂ കൊടുക്കുക. അത്രയേ ഉള്ളൂ. So limit z into 0, 1 minus 2 into 0 divided by 0 minus 1 into 0 minus 2. ഓക്കെ, അടുത്തത് 2 എന്ന് പറയുമ്പോൾ z1 ആണ്. അപ്പോൾ ലിമിറ്റ് z ടെൻസ് ടു 1 ആണ്. പിന്നെ ഈ ഇവിടെ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0 ആവുന്നെങ്കിൽ എന്തുവാ? z മൈനസ് 1 ടേം പോകണം. അപ്പോൾ അതുകൊണ്ട് z മൈനസ് 1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് z മൈനസ് 1 ഇൻറ്റു f ഓഫ് 1, f ഓഫ് എക്ക് വരെ ആ കറക്റ്റ് ആ പോൾ, f ഓഫ് z വരെ നമ്മൾ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഉത്തരം കിട്ടി. അതുപോലെ തന്നെ ഇവിടെ ലിമിറ്റ് മൂന്നാമത്തെ പോൾ z2 ആകുമ്പോൾ ലിമിറ്റ് z ഇൻറ്റു 2, z മൈനസ് 2 ഇൻറ്റു f ഓഫ് 2 ചെയ്യുമ്പോൾ നമുക്ക് പോൾ കിട്ടും. അങ്ങനെ സിമ്പിൾ പോൾസ് സിമ്പിളായിട്ട് നമുക്ക് കണ്ടുപിടിക്കും. സിമ്പിൾ പോൾസ് കൊണ്ട് റെസിഡ്യൂ ഓരോ പോളിനും ഓരോ റെസിഡ്യൂ ആണ് കിട്ടുന്നത്. അത് മനസ്സിലാക്കാം. ഓക്കെ അല്ലേ? ഇനി ഈ കേസ് കണ്ടോ? ഈ കേസിൽ നമുക്ക് റിപ്പീറ്റഡ് പോൾസ് ഉണ്ട്. റിപ്പീറ്റഡ് പോൾസ് ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? n+1 ആണ് 2. അപ്പോൾ n എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇത്രയും കാര്യം സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും. പോൾസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും? നമ്മൾ 0 ആവുക, ഡിനോമിനേറ്റർ 0 ആവണം. ഇവിടെ -2 ഇടുമ്പോൾ ഇവിടെ ഈ വാല്യൂ സാധനം 0 ആവും, +2 ഇട്ടാൽ ഈ സാധനം 0 ആവും. അപ്പോൾ 2 പോൾസ് ആണ് ഉള്ളത്. z2 ഉം z-2. z2ന് 2 ആണ് പവർ, z-2ന് z-2ന് 2 ആണ് പവർ. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യാം? റെസിഡ്യൂ ഓഫ് 1 കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ 1, ഇപ്പോൾ n വാല്യൂ 1 ആണല്ലോ,
1 divided by 1 factorial limit of z tends to 2. കാരണം z tends to 2 എന്ന റീസൺ എന്താണ്? ഫസ്റ്റ് പോൾ ആണ്. z tends to 2 d by dz of d raised to n ആണ്, n 1 ആയതുകൊണ്ട് d by dz of നമുക്ക് എന്ത് ചെയ്യണം? അടുത്ത സെയിം ആണ്. നമുക്ക് z minus 2 സ്ക്വയർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തെങ്കിൽ മാത്രമേ ഈ ഒരു സാധനത്തിന്റെ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇത് അനലിറ്റിക്കൽ ആവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് z minus 2 the whole square into 1 by z plus 2 the whole square into z minus 2 the whole square at z is equal to 2. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് -1 by 30 ഉത്തരം കിട്ടും. അതേപോലെ of 2 ആണെന്നുണ്ടെങ്കിലും 1 by 1 factorial limit z tends to -2 d by dz of, കാരണം d raised to n by dz അതാണ് നമ്മുടെ end ഡെറിവേറ്റീവ് ആണ്, പക്ഷേ n 1 ആയി പോകുന്നതുകൊണ്ടാണ് d by dz വരുന്നത്. ഇൻറ്റു നമ്മൾ എന്ത് ചെയ്യണം? z എന്താ നമ്മൾ z -2 ഉള്ള സാധനം വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ z plus 2 സ്ക്വയർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ അത് ക്യാൻസൽ ആയി പോയി, ബാക്കി z -2 സ്ക്വയർ 1 by z -2 സ്ക്വയർ, അതായത് z -2 ratio -2 മാറ്റിക്കണം. അത് z is equal to 2 -2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ഈ ഉത്തരം കിട്ടും. അപ്പം ജസ്റ്റ് ഫോമുല അപ്ലൈ ചെയ്യുന്നതാണ്, ഫോമുല പഠിക്കുന്നതാണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ്. ഫോമുല പഠിക്കാനുള്ള കുറച്ച് ട്രിക്സ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക, വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വായിക്കുക, നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ അല്ലേ? അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അതാണ് റെസിഡ്യൂ ഓഫ് ഫംഗ്ഷൻ നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി പഠിച്ചത്. അപ്പോൾ റെസിഡ്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രം പഠിച്ചിട്ട് നമുക്ക് കാര്യമില്ല. നമുക്ക് റെസിഡ്യൂ വെച്ചിട്ട് ഈ പാർഷ്യൽ ഫ്രാക്ഷൻ അതായത് റെസിഡ്യൂ വെച്ചിട്ട് ഈ സാധനത്തിന്റെ ഉത്തരം കണ്ടുപിടിക്കാനും കൂടെ അറിയണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? കോഷീസ് റെസിഡ്യൂ തിയറം പഠിക്കണം. കോഷീസ് റെസിഡ്യൂ തിയറം ഈസ് വെരി സിമ്പിൾ. അഗെയിൻ ക്ലോസ് ഇന്റഗ്രൽ സി എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ്, ഇത് തന്നെയാണ് എല്ലായിടത്തും. പല പല രീതിയിൽ എഫ് ഇസഡ് മാറുന്നതിനനുസരിച്ചാണ് നമ്മുടെ പല പല സാധനങ്ങൾ വരുന്നത്. ആയിട്ട് ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ 0 വരും, മനസ്സിലായില്ലേ? അപ്പോൾ അതുപോലെയാണ് സാധനങ്ങൾ. അതിന് താഴെ ഒരു ഇനിക്വാളിറ്റി വരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു സിംഗുലാരിറ്റി അങ്ങ് പോൾ വരുന്നെങ്കിൽ അതിനനുസരിച്ച് 2πi into f of a എന്നുകൊണ്ട് ഫോമിൽ വരും. റിപ്പീറ്റഡ് പോൾ വരുന്നെങ്കിൽ ആ ഫോമിൽ വരും. അതുപോലെ ഈ കേസിൽ അതായത് നമുക്ക് താഴെ 2 പോൾസ് ഇങ്ങനെ z -2 into z -3 where ആ മോഡസ് ഇത് സർക്കിൾ 5 ആണെങ്കിൽ, സർക്കിൾ തന്നെ ആവണമെന്നില്ല, വേറെ കർവ് ആവാം, സർക്കിൾ 5 ആവണമെങ്കിൽ അകത്ത് 2 സിംഗുലാരിറ്റിയും വരുന്നുണ്ട്. ഓക്കെ, റിപ്പീറ്റഡ് അല്ല. അപ്പൊ ആ കേസിലാണ് നമ്മൾ റെസിഡ്യൂ തിയറി ഉപയോഗിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. 2πi into summation of residues of all singular points. എല്ലാ സിംഗുലർ പോയിന്റ്സിന്റെ സമ്മേഷൻ ഒക്കെ നമുക്ക് നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ വെച്ച് ചെയ്ത ആ ഒരു ഇതുണ്ടല്ലോ, പാർഷ്യൽ ഫ്രാക്ഷൻ വെച്ച് ചെയ്ത ആ ക്വസ്റ്റ്യൻ 4z -3 divided by z -2 -3, ഇത് നമുക്ക് റെസിഡ്യൂ ചെയ്യാൻ വെച്ചും കൂടെ ചെയ്ത് നോക്കാം. സോ ക്ലോസ് ഇന്റഗ്രൽ സി 4z -3 divided by z -2 into z -3. സി എന്ന് പറഞ്ഞാൽ എന്താ? മോൺ z is equal to 5 ആണ്. അതായത് 5-നകത്ത് അത്രയും വലിയ സർക്കിളാണ്. 2ഉം 3ഉം അതിനകത്ത് കിടക്കും, നമ്മുടെ ആ സർക്കിളിനുള്ളിൽ കിടക്കും. അപ്പോൾ എങ്ങനെ നമ്മൾ ചെയ്യുന്ന 2 പോയിന്റ്സ് റെസിഡ്യൂ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പം z equal to 2ഉം z equal to 2 ആയിരിക്കും. രണ്ട് പോൾസ്, രണ്ടും ഇൻസൈഡ് കർവും ആണ്. അപ്പോൾ സബ്മേഷൻ റെസിഡ്യൂ എങ്ങനെ കണ്ടുപിടിക്കും? ഫസ്റ്റ് റെസിഡ്യൂ എങ്ങനെ കണ്ടുപിടിക്കും? ലിമിറ്റ് z tends to 2 ഓക്കെ ഇൻറ്റു എന്താ നമ്മൾ എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? 2 വരുമ്പോഴത്തേക്ക് 0 ആയി പോകുന്ന ടേം വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ബാക്കി മാത്രമേ കാണുള്ളൂ. 4z -3 divided by z -3ക്കകത്ത് നമ്മൾ z പകരം 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് റെസിഡ്യൂ കിട്ടും. അതുപോലെ സെക്കൻഡ് റെസിഡ്യൂ കിട്ടും. രണ്ട് റെസിഡ്യൂ വെച്ചിട്ട് നമ്മൾ കൂട്ടിയെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് 4 എന്നൊരു ഉത്തരം കിട്ടും. 2πi into 4 എന്ന് പറഞ്ഞാൽ 8πi ആവും നമ്മുടെ ഉത്തരം. നമ്മൾ നേരത്തെ ചിന്തിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും, നേരത്തെ നമുക്ക് കിട്ടിയ ഉത്തരവും 8πi തന്നെയായിരുന്നു സൊല്യൂഷൻ ബൈ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യുമ്പോൾ. അങ്ങനെയാണ് റെസിഡ്യൂസ് ഉപയോഗിച്ച് നമ്മൾ കോഷീസ് റെസിഡ്യൂ തിയറം ഉപയോഗിച്ച് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? നമുക്ക് ഇന്റഗ്രലിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്, കോംപ്ലക്സ് ഇന്റഗ്രലിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് നമ്മൾ തുടങ്ങിയ ആ ഒരു പ്രോബ്ലം നോക്കി ചെയ്യാം. ഇച്ചിരി കോംപ്ലക്സിറ്റി ഉള്ള പ്രോബ്ലം ആണ്, ബട്ട് ഇറ്റ്സ് വർത്ത് ഇറ്റ്. ഇത് നല്ല രസമാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇത്തിരി ഉദാഹരണം ഇപ്പൊ തന്നെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലായി. ഇവിടെ വേണം -∞ to ∞ ആണ് കിടക്കുക. ഇവിടെ ഒരു ക്ലോസ്ഡ് സിമ്പിൾ ഇല്ല, ഈ ഒരു സിമ്പിൾ അവിടെ ഇല്ല, ഒരു കർവ് തന്നിട്ടില്ല. എന്നിട്ട് അവർ പറയുന്നത് റെസിഡ്യൂ തിയറം വെച്ച് ചെയ്യണമെന്നാണ് അവർ പറയുകയും ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും, എന്തുവാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പം നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റിനകത്ത് പ്രത്യേകം അവർ പറയുന്നുണ്ട് കോണ്ടൂർ ഇന്റഗ്രേഷൻ ഉപയോഗിക്കുക. അല്ലാണ്ട് കോണ്ടൂർ ഇന്റഗ്രേഷൻ റെസിഡ്യൂ തിയറം ഉപയോഗിക്കണമെന്ന് ഒരു പ്രത്യേകം അവർ എഴുതുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെയെങ്കിലും ഇതിനെ ഒരു ഇമാജിനറി പാർട്ടൊക്കെ ഉള്ളൊരു സാധനമാക്കി മാറ്റും. അതിന് ഫസ്റ്റ് നമ്മുടെ കീ എന്ന് പറഞ്ഞാൽ നമ്മുടെ സൈൻ എക്സ് ആണ്. നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയത്തില്ല. നമ്മൾ ഇങ്ങനെ എപ്പോഴും എഴുതുന്നൊരു സാധനം e raised to i theta is equal to cos theta plus i sin theta. ഇത് നമ്മളൊരു കൺസെപ്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റും, ഇതൊരു കൺസെപ്റ്റായിട്ട് പറയാൻ പറ്റും, ഇതൊരു കൺസെപ്റ്റായിട്ട് പറയാൻ പറ്റും.
ഇത് ഇമാജിനറി പാർട്ടാണ്. ഇതെന്ന് പറഞ്ഞാൽ ഇമാജിനറി റിയൽ പാർട്ടുള്ളൊരു സാധനമാണ്. അപ്പം ഈ സൈൻ തീറ്റ എന്ന് പറയുന്ന സാധനത്തിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇതാണ് നമുക്ക് സൈൻ തീറ്റ മാത്രം കാണുന്നത്. എന്തെഴുതാൻ പറ്റും? ഇമാജിനറി പാർട്ട് ഓഫ് ഇ റേസ് ടു ഐ തീറ്റ എന്ന് എനിക്ക് എഴുതിയാൽ എനിക്ക് സൈൻ തീറ്റ എന്ന് എഴുതി പറ്റും. അപ്പോൾ ആ ഒരു ഐഡിയ ആണ് നമ്മളിവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇനി അതുപോലെ തന്നെ ഞാൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞുതരാം, ശ്രദ്ധിക്കുക. ഞാൻ ഇ റേസ് ടു ഐ തീറ്റ ഡിവൈഡ് ബൈ എക്സ് എന്ന് വിളിക്കാന്ന് വെച്ചു. അപ്പം ഇത് കോസ് തീറ്റ ബൈ എക്സ് ഐ സൈൻ തീറ്റ ബൈ എക്സ്. ഇവിടെ ഇമാജിനറി പാർട്ട് ഓഫ് ഇ റേസ് ടു ഐ തീറ്റ ബൈ എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും എന്നറിയാൻ പറ്റും. അത് ഐ സൈൻ തീറ്റ ബൈ എക്സ് ആയിരിക്കും. അതായത് വേറെ ഇങ്ങനെയും പറയാം, ഐ ഓഫ് സൈൻ തീറ്റ ബൈ എക്സ് എന്ന് പറയുന്ന സാധനം തന്നെയാണ് ഐ സൈൻ തീറ്റ ബൈ എക്സ്. അപ്പോൾ നമ്മൾ ഒരു ഭാഗത്തിന് ഇമാജിനറി ആക്കി എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടൊരു ന്യൂമറേറ്റർ ഭാഗമായിരിക്കും ഇമാജിനറി ആയിട്ട് മാറുന്നത്. ഡിനോമിനേറ്റർ നമുക്ക് അങ്ങനെ ഇട്ടേക്കാൻ വേണ്ടി പറ്റും. അതായത് ഇങ്ങനെ എഴുതുന്നതും ഇങ്ങനെ എഴുതുന്നതും ഒന്നാണ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അറിയാമെങ്കിൽ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റും. ഇത് മാത്രമാണ് എനിക്ക് അറിയേണ്ട കാര്യം. ഒന്ന്, ഐ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഐ തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റയാണ്. ഇനി ഇതിന് ഇമാജിനറി മാത്രം എടുത്തു കഴിഞ്ഞാൽ ഐ സൈൻ തീറ്റ മാത്രം നമുക്ക് വരും. അതുപോലെ ഈ റേസ് ടു ഐ തീറ്റ ബൈ എക്സ് എന്ന് പറഞ്ഞാൽ കോസ് തീറ്റ ബൈ എക്സ് പ്ലസ് ഐ സൈൻ തീറ്റ ബൈ എക്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഇമാജിനറി പാർട്ട് ഞാൻ എടുത്താൽ എനിക്ക് ഐ സൈൻ തീറ്റ ഡിവൈഡ് ബൈ എക്സ് എന്ന് എഴുതാം, അല്ലെന്നുണ്ടെങ്കിൽ ഐ ഓഫ് സൈൻ തീറ്റ ബൈ എക്സ് എന്ന് എഴുതാം. രണ്ടും ഒന്നാണ്. ഇമാജിനറി പാർട്ട് ഓഫ് ന്യൂമറേറ്റർ മാത്രം ഡിവൈഡ് ബൈ ഒരു ഡിനോമിനേറ്റർ എന്ന് പറയുന്നതും ടോട്ടൽ ഇമാജിനറി പാർട്ട് എന്ന് പറഞ്ഞാൽ സെയിം ആണ്. ഈ രണ്ട് കൺസെപ്റ്റാണ് നമുക്ക് ഈ ഒരു പ്രോബ്ലം ചെയ്യാൻ വേണ്ടി ആവശ്യമുള്ളത്. അപ്പോൾ നമുക്ക് ആ ഒരു ബേസിക് കാര്യം മനസ്സിലായെന്ന് വിചാരിക്കും. നമുക്ക് പ്രോബ്ലം ചെയ്ത് നോക്കാം. അപ്പം ഇ റേസ് ടു ഐ എക്സ് എന്ന് പറഞ്ഞാൽ കോസ് തീറ്റ പ്ലസ് കോസ് എക്സ് പ്ലസ് ഐ സൈൻ എക്സ് ആണ്. അതുപോലെ ഒരു കാര്യങ്ങളുണ്ട്, ഇ റേസ് ടു മൈനസ് ഐ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? കോസ് എക്സ് മൈനസ് ഐ സൈൻ എക്സ് ആണ്. ഇങ്ങനൊരു സംഭവം കൂടെ അതിനകത്തുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഐ എന്ന് പറയുന്നത് ഇങ്ങനെ എഴുതാം, ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഇമാജിനറി പാർട്ട് ഓഫ് ഇ റേസ് ടു ഐ എക്സ് ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 2x. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ മേളത്തെ ഇമാജിനറി എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഇമാജിനറിക്ക് ഈക്വലൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഇമാജിനറി പാർട്ട് ഓഫ് ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഇ റേസ് ടു ഐ എക്സ് ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 2dx എഴുതാൻ വേണ്ടി പറ്റും എന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ ഒരു എഫ് ഓഫ് എക്സിന്റെ ഫംഗ്ഷനാണ് അല്ലേ? അതിനെ ഞാൻ വെറുതെ എനിക്ക് ഒരു കൺവീനിയൻസിന് വേണ്ടി ഞാൻ ഇസഡിന്റെ ടേംസ് എഴുതുകയാണ്. ലെറ്റ് എഫ് ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു ഐ ഇസഡ് ഡിവൈഡ് ബൈ ഇസഡ് സ്ക്വയർ പ്ലസ് 2z പ്ലസ് 2. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടിന്റെ വാല്യൂ സെയിം തന്നെ ആയിരിക്കും. നമ്മൾ ഡി ഇസഡിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഈ കിട്ടുന്ന വാല്യൂവും ആ കിട്ടുന്ന വാല്യൂ ഇതിന്റെ ഇമാജിനറി പാർട്ട് എന്ന് പറഞ്ഞ് കിട്ടുന്ന വാല്യൂ സെയിം തന്നെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ജസ്റ്റ് എക്സിനെ റീപ്ലേസ് ചെയ്ത് ഇസഡ് ആക്കിയ ഒരു കാര്യം മാത്രമാണ് ഞാൻ ഇവിടെ രണ്ടാമത് ചെയ്തത്. അപ്പോൾ ഇത് ഈ ഒരു ടേമിൽ നമുക്ക് കിട്ടിയല്ലോ, ഇ റേസ് ടു ഐ ഇസഡ് ഡിവൈഡ് ബൈ ഇസഡ് സ്ക്വയർ പ്ലസ് 2z പ്ലസ് 2 നമുക്ക് വാല്യൂ കിട്ടിയല്ലോ. ആൻഡ് മാത്രമല്ല ഇവിടെ ഒരു ഐ എന്നൊരു ടേം ഉണ്ട്. ഒരു കോംപ്ലക്സ് രീതിയിലേക്ക് നമ്മൾ മാറി ചിന്തിച്ച് ഇനി നമുക്ക് എന്ത് ചെയ്യണം? പോൾസ് കണ്ടുപിടിക്കണം. പോൾസ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഒരു ഡിനോമിനേറ്റർ റൂട്ട് എടുക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞത് ഇങ്ങനെ z-1 z-2 ഇങ്ങനെ അല്ല കിടക്കുന്നത്, ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഫോമിൽ കിടക്കുന്നത്. അപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷനെ നമ്മൾ എങ്ങനെ മാറ്റി എടുക്കുന്നത്? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ മാറ്റാൻ വേണ്ടി നമുക്കറിയാം എന്താണ് ax സ്ക്വയർ പ്ലസ് bx പ്ലസ് c എന്ന് പറയുന്ന ഒരു ഇക്വേഷനാണ് നമുക്ക് ഉള്ളതെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ് നമുക്ക് ഉള്ളതെങ്കിൽ ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ റൂട്ട്സ് നമുക്ക് എങ്ങനെ എടുക്കാൻ വേണ്ടി പറ്റും? x is equal to minus b plus or minus root of b square minus 4ac divided by 2a. പണ്ട് പഠിക്കുന്നതാണ്, 8 9 പഠിച്ചുള്ള ഇക്വേഷൻ ആണ്. അത് ഉപയോഗിച്ച് നമുക്ക് രണ്ട് റൂട്ട്സ് ആണ് കിട്ടുന്നത്. ഒന്ന് -1 പ്ലസ് ഐയും ഒന്ന് -1 മൈനസ് ഐ. -1 പ്ലസ് ഓർ മൈനസ് ഐ വെച്ചിട്ടാണ് നമുക്ക് ഇതിന്റെ ഒരു ഡിനോമിനേറ്റർ കിട്ടുന്നത് മനസ്സിലാക്കുക. രണ്ട് റൂട്ട്സ് കിട്ടി. അപ്പോൾ നമ്മൾ ഈ ഒരു സാധനത്തിനെ നമ്മളൊരു കോംപ്ലക്സിന്റെ രീതിയിലേക്ക് മാറ്റി നമ്മൾ റൂട്ട്സും കണ്ടുപിടിച്ച് ഇനി നമുക്ക് വേണ്ടുന്നത് ഈ മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി എന്നുള്ള സാധനത്തിനെ എങ്ങനെ നമുക്കൊരു കോണ്ടൂർ ആയിട്ട് എഴുതാൻ പറ്റും? അതെന്ത് കോണ്ടൂർ, ഏത് കർവിന്റെ കോണ്ടൂർ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും? അപ്പോൾ അതിന് ഉത്തരമാണ് ഈ കാണിച്ചിരിക്കുന്ന കർവ്. അതായത് പ്ലസ് ഇൻഫിനിറ്റി തൊട്ട് മൈനസ് ഇൻഫിനിറ്റി വരെ പോകുന്നൊരു വലിയൊരു സെമി സർക്കിൾ എടുത്താൽ, ആന്റി ക്ലോക്ക്വൈസിൽ പോണ ഒരു വലിയ സെമി സർക്കിൾ എടുത്താൽ ആ സെമി സർക്കിൾ ആയിരിക്കും നമ്മുടെ കോണ്ടൂർ ഇന്റഗ്രേഷന്റെ കർവ്. ഒരു വലിയ സർക്കിൾ, സെമി സർക്കിൾ ആയിരിക്കും. ഓക്കെ, അപ്പം അങ്ങനെയുള്ളൊരു കോണ്ടൂറിനകത്ത് രണ്ട് ടേംസ് ഉണ്ട്, -1
പ്ലസ് ആയി, -1 മൈനസ് ആയി. അതിനകത്ത് -1 പ്ലസ് ആയി അതിനകത്താണ് കിടക്കുന്നത്, ഇത് സിംഗുലാരിറ്റി ആയിരിക്കും. -1 മൈനസ് ആയി ഒരു സിംഗുലാരിറ്റി ആയിരിക്കത്തില്ല, അത് ഒരു പുറത്ത് കിടക്കുന്ന പോയിന്റ് ആയിരിക്കും ആ ഒരു കർവ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ. അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ഇന്റഗ്രലിനെ നമ്മൾ ഒരു എന്തായിട്ട് കൺവേർട്ട് ചെയ്തു, നമ്മളൊരു കോംപ്ലക്സ് ഇന്റഗ്രൽ ആയിട്ട് കൺവേർട്ട് ചെയ്തു. അതായത് നമ്മൾ ഇത് ആദ്യമേ എക്സ് ആയിരുന്ന സാധനമാണ്, ആദ്യം ഇരുന്നത് എങ്ങനെയാണ് ഇത് സാധനം, ഇത് ആദ്യം ഇരുന്നത് ഇങ്ങനെയാണ് ഇരുന്നത്, അതിനെ ഞാൻ എക്സിന്റെ ടേംസിലേക്ക് ഇങ്ങനെ മാറ്റി. ഇമാജിനറി ഓഫ് മൈനസ് ബിറ്റ്വീൻ ഇൻഫിനിറ്റി (ix x square plus 2x plus 2 dx എന്ന് മാറ്റി. അതിനെ പിന്നെയും ഞാൻ കൺവേർട്ട് ചെയ്ത് ഇമാജിനറി ഓഫ് ഇവിടെ ds വരണം, e raised to iz divided by z square plus 2z plus 2 dz എന്ന് വന്നു. ഓക്കെ, അതിനെ ഞാൻ വീണ്ടും കൺവേർട്ട് ചെയ്ത് ഇമാജിനറി ഓഫ് ദ കോണ്ടൂർ ഇന്റഗ്രൽ സി എന്ന് പറയുന്ന കോണ്ടൂറിന്റെ കോണ്ടൂർ ആ വലിയ ഒരു സെമി സർക്കിൾ ഇങ്ങനെ നമുക്ക് മാറ്റാൻ വേണ്ടി പറ്റും. അതിനെ നമുക്ക് എങ്ങനെ മാറ്റാൻ പറ്റും, ഇമാജിനറി ഓഫ് 2πi ഇൻറ്റു റെസിഡ്യൂ ഓഫ് 1. ഫസ്റ്റ് അല്ല, രണ്ട് പോൾസ് ഉണ്ട്, ഒരു പോൾ മാത്രം ഉപയോഗിച്ചാൽ മതി, ഈ പോൾ മാത്രം ഉപയോഗിച്ചാൽ മതി, ഈ പോളിന്റെ മാത്രം റെസിഡ്യൂ നമ്മൾ കണ്ടുപിടിച്ചാൽ മതി അല്ലേ. അപ്പം അങ്ങനെ ഒരു ആയിട്ട്, കാരണം നമ്മൾ പറഞ്ഞു സം ഓഫ് റെസിഡ്യൂസ് ആണ്, സം ഓഫ് റെസിഡ്യൂസ് ഇൻസൈഡ് ദ സർക്കിൾ ചെയ്ത് കഴിഞ്ഞിട്ട് 2πi വെച്ച് മൾട്ടിപ്ലൈ ആയിരിക്കും ആ ഒരു ഇന്റഗ്രലിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഈ കേസിൽ ഇതാണ് ആ റെസിഡ്യൂ, ഈ ഒരു ഇതുമായിട്ട് കറസ്പോണ്ടിങ് അടിക്കുന്ന റെസിഡ്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പം അതിനുവേണ്ടി r1 at ez is equal to -1 plus i കണ്ടുപിടിക്കുക. റെസിഡ്യൂ എന്ന് പറഞ്ഞാൽ r1 is equal to limit z tends to -1 plus i into, കാരണം എന്താ, നമ്മൾ നേരത്തെ പറഞ്ഞു ലിമിറ്റ് ഏത് പോളാണോ പോള് ആ പോളിലോട്ട് ലിമിറ്റ് z tends to a എന്ന് പറഞ്ഞ പോള്, പിന്നെ z minus a ഇൻറ്റു നമ്മൾ നേരത്തെ പറഞ്ഞ സാധനം ഡിവൈഡ് ബൈ അതിന്റെ ഡിനോമിനേറ്റർ. അപ്പോൾ ഡിനോമിനേറ്ററിനകത്ത് നമുക്ക് അനാലിറ്റിക് ആയിട്ട് വരുന്ന പോയിന്റ് ക്യാൻസൽ ആയിട്ട് പോകും, ഈ ഒരു പോയിന്റ് ക്യാൻസൽ ആയിട്ട് പോകും, ബാക്കിയുള്ളത് മാത്രം റിമൈൻ ചെയ്യും. അവിടെ നമ്മൾ ന് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ലിമിറ്റ് കൊടുക്കുക, അങ്ങനെ റെസിഡ്യൂ പിടിക്കുന്നത്. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ലിമിറ്റ് z tends to -1 plus i e raised to i z divided by z minus -1 minus i എന്നുള്ള രീതിയിൽ മാറും. അതിനെ നമുക്ക് റെസിഡ്യൂ എന്ന് പറഞ്ഞാൽ e raised to -i -1 divided by 2i എന്നുള്ള രീതിയിലേക്ക് മാറും. അങ്ങനെയാണ് നമുക്ക് റെസിഡ്യൂ കിട്ടും. അപ്പം നമ്മൾ ഇമാജിനറി, ഇപ്പം ഈ ഒരു ഇന്റഗ്രലിനെ ഇങ്ങനെ കൺവേർട്ട് ചെയ്ത് ഇവിടെ നമുക്ക് ഇമാജിനറി പാർട്ട് ഓഫ് ഈ ഒരു സാധനം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. കാരണം ഈ ഒരു ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ അതിന്റെ ഉത്തരം ഇതായിട്ടാണ് മാറുന്നത് അല്ലേ. അപ്പോൾ അത് നമ്മൾ ഇത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇങ്ങനെ മാറി. e raised to -i -1 എന്ന് പറഞ്ഞ സാധനത്തിന് എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും, e raised to -i -1 എന്നുള്ള സാധനം എനിക്ക് e raised to -i ഇൻറ്റു e raised to -1 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ എനിക്ക് ഈ വേണമെങ്കിൽ താഴെ ഇറക്കി e എന്ന് എഴുതാൻ പറ്റും, e raised to -i by e എന്ന് എഴുതാൻ പറ്റും. അതാണ് ഇവിടെ ചെയ്തേക്കുന്നത്. ഇമാജിനറി ഓഫ് ഇവിടെ 2 ക്യാൻസൽ ആയി, i ക്യാൻസൽ, 2i അടുത്ത് ഇവിടെ i ക്യാൻസൽ ആയി, പൈ ഡിവൈഡ് ബൈ e raised to -1 e into e raised to -i നമുക്ക് എഴുതാൻ പറ്റും. e raised to -i എന്ന് പറഞ്ഞാൽ എന്താ, e raised to -i തീറ്റക്കകത്ത് തീറ്റ 1 ആണ് ആവുമ്പോഴാണ് നമുക്ക് e raised to -i. e raised to -i തീറ്റ എന്താണ്, cos തീറ്റ minus i sin തീറ്റ. തീറ്റ 1 ആവുമ്പോഴത്തേക്ക് cos 1 minus i sin 1. ഓക്കെ എന്നിട്ട് അപ്പം ഇത് പൈ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പൈ ബൈ ഇ ഇൻറ്റു cos 1 മൈനസ് പൈ ബൈ i ടൈംസ് പൈ ബൈ ഇ ഇൻറ്റു സൈൻ 1 കിട്ടും. അങ്ങനെ നമുക്ക് -π sin 1 ഡിവൈഡ് ബൈ ഇ എന്നതാണ് നമുക്ക് കിട്ടുന്നത്. അത് ഓപ്ഷൻ എ ആയിരിക്കും നമുക്ക് കിട്ടുന്ന ആൻസർ. ഇമാജിനറി മാത്രം എടുക്കത്തുള്ളൂ നമ്മൾ ഇതിന്റെ ഈ ഇമാജിനറി പാർട്ട് ഓഫ് ഇത് നമുക്ക് വേണ്ട, പിന്നെ ഇതിനകത്ത് ഐ ഉള്ളതുകൊണ്ട് ആ ഒരു പാർട്ട് മാത്രം നമ്മൾ എടുക്കുക, അത് മാത്രമായിരിക്കും നമ്മുടെ ആൻസർ. ഐ നോ ഇറ്റ് ഈസ് എ ബിറ്റ് ഡിഫിക്കൾട്ട്. ഇത്രയും ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ഗേറ്റിന് വേറെ ചോദിച്ചിട്ടില്ല. വല്ലപ്പോഴും ഇങ്ങനത്തെ ഭയങ്കര ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് കോൺഫിഡൻ്റ് ആണ്, പെട്ടെന്ന് എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലീവ് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ ഏറ്റവും ലാസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. എല്ലാം കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇങ്ങനെയുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, ഇതോടെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇത് നിങ്ങൾക്ക് പറ്റും, വല്ല ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഉത്തരം മാത്രമേ കിട്ടത്തുള്ളൂ, മനസ്സിലായില്ലേ. അപ്പോൾ അതുപോലെ നമ്മളതൊന്ന് മാറ്റി എടുത്ത് ചെയ്ത് നോക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഈ ഒരു ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം നിങ്ങൾക്ക്. ആദ്യം നമ്മളിത് എടുക്കുന്നു, അതിനകത്ത് ആദ്യമേ ഇമാജിനറി പാർട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് e raised to ix cos x plus i sin x എഴുതാൻ വേണ്ടി പറ്റും. അപ്പോൾ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് sin x മാത്രം മതി. അപ്പോൾ അതിന് വേണ്ടി ഇമാജിനറി പാർട്ട് ഓഫ് ഇതൊന്നും നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, മേളിൽ ഇമാജിനറി ഇടുന്നതിന് സമം തന്നെയാണ്
ടോട്ടലായിട്ട് ഇമാജിനറി പുറത്തെടുക്കുന്നത്. അത് എങ്ങനെയാണെന്ന് ഞാൻ ഇവിടെ എഴുതി പറഞ്ഞു തന്നായിരുന്നു. അപ്പോൾ ഇമാജിനറി ഓഫ് ടോട്ടൽ സാധനം എന്ന് വരും. എക്സിന് പകരം ഒരു എളുപ്പത്തിന് വേണ്ടി ഞാൻ ഇസഡ് ഇടുന്നു. കാരണം നമ്മൾ ഇസഡിൻ്റെ ടേംസ് ആണ് എല്ലാം പഠിച്ചേക്കുന്നത്, അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഇട്ടത്. നമ്മൾ റൂട്ട്സ് കണ്ടുപിടിച്ച് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് ആ ഒരു അനലിറ്റിക് ഏതൊക്കെ പോയിന്റിലുണ്ട്, എവിടെയൊക്കെ സിംഗുലാരിറ്റി ഉണ്ടെന്ന് അറിയാൻ വേണ്ടി കണ്ടുപിടിച്ചു. സിംഗുലാരിറ്റി അറിയണമെങ്കിൽ -∞ പറ്റത്തില്ല. അതുകൊണ്ട് ആ ഒരു -∞ x തൊട്ട് നമുക്ക് ഇവിടം വരെയുള്ള z =∞ തൊട്ട് z വരെ കവർ ചെയ്യുന്ന ഒരു ഫുൾ കോണ്ടൂർ നമ്മൾ കൺസിഡർ ചെയ്തു. കാരണം x z ആക്കി മാറ്റിയല്ലോ. അപ്പോൾ അതൊരു വലിയ സെമി സർക്കിൾ ആയിരുന്നു. ആ സെമി സർക്കിളിനകത്ത് ഇതിനകത്ത് ഒരു പോയിന്റ് മാത്രമേ വരുന്നുള്ളൂ, മറ്റേ പോയിന്റ് പുറത്താണ് നിൽക്കുന്നത്. അപ്പോൾ അത് അനലിറ്റിക്കലാണ്. ഇതാണ് സിംഗുലാരിറ്റി ആയിട്ട് വരുന്നത്. ഈ സിംഗുലാരിറ്റി ആയിട്ട് വരുന്ന പോയിന്റിന്റെ റെസിഡ്യൂ കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നമ്മൾ റെസിഡ്യൂ തിയറം ഉപയോഗിക്കുകയാണ്. റെസിഡ്യൂ തിയറം നമുക്ക് ഓൾറെഡി അറിയാം. ലിമിറ്റ് z ടെൻഡ്സ് ടു a എന്താണ് z മൈനസ് a ഇൻറ്റു f ഓഫ് z അല്ലെങ്കിൽ അപ്പം ഇത് നമ്മൾ ഇങ്ങനെ എഴുതാം, g ഓഫ് z എന്ന് എഴുതാം. g ഓഫ് z എന്ന് പറഞ്ഞാൽ f ഓഫ് z ഡിവൈഡ് ബൈ z മൈനസ് a. അങ്ങനെ അത് രണ്ടും ക്യാൻസൽ ആയി പോയി. അതിനുശേഷം നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്ത് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? റെസിഡ്യൂ കണ്ടുപിടിച്ചു. റെസിഡ്യൂ നമുക്ക് ഇതാണ് കിട്ടിയത്. പിന്നീട് നമ്മൾ ആ ഒരു ഇൻ്റഗ്രലിനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടി ആദ്യം നമ്മൾ ഇങ്ങനെ മാറ്റി ഇൻ്റഗ്രലിനെ പിന്നീട് നമുക്ക് ആ ഒരു -∞ നമുക്കൊരു കർവായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ കർവായിട്ട് കൺവേർട്ട് ചെയ്ത് നമ്മൾ എഴുതി. ഈ ഒരു ഫുൾ വാല്യൂവിൻ്റെ സാധനം നമുക്ക് 2π × r1 കിട്ടുമോ നമുക്ക് അറിയാവുന്നതുകൊണ്ട് നമ്മൾ ഇമാജിനറി പാർട്ട് ഓഫ് 2π × r1 എടുത്ത് അതിനുശേഷം നമ്മൾ അതിനെ സോൾവ് ചെയ്ത് -π sin 1 / e എന്ന് പറയുന്ന ഓപ്ഷൻ ഇത്തിരി വലുതാണ്, ബട്ട് തീർച്ചയായിട്ടും ഇത് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ അതാണ് നമ്മുടെ കോംപ്ലക്സ് ഇൻ്റഗ്രേഷൻ കഴിഞ്ഞു. അതുപോലെ നമ്മൾ കാൽക്കുലസിൻ്റെ 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കാൽക്കുലസ്, 3 സെക്ഷൻസ് ഓഫ് കാൽക്കുലസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടുത്ത ചാപ്റ്ററിൽ നമുക്ക് എന്ത് പഠിക്കാം? ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് പഠിക്കാൻ വേണ്ടി. Okay, so that's it.